ചോദ്യം ഇതാണ്, ഖുറാനിൽ എവിടെയും ബർത്ത്ഡേ അല്ലെങ്കിൽ ജന്മദിനം ആഘോഷിക്കുന്നതുമായിട്ടുള്ള ഒരു പരാമർശമില്ല. അപ്പോൾ നമ്മുടെ ഈ ബഹുസ്വര സമൂഹത്തിൽ മറ്റുള്ളവർ അവരുടെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ജന്മദിനങ്ങൾ ആഘോഷിക്കുമ്പോൾ മുസ്ലിമുകൾക്ക് പെട്ടവർക്കും ഒരാഗ്രഹമില്ലേ ആഘോഷങ്ങൾ ഇതേപോലെ നമ്മുടെ പ്രവാചകനെ, നമ്മൾ സ്നേഹിക്കുന്ന പ്രവാചകനെ, പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന്. കൂടാതെ സഹാബി പ്രമുഖരായ എല്ലാവരും ഈ ജന്മദിനം ആഘോഷിച്ചതായിട്ട് ഇങ്ങനെ നമ്മൾ കേട്ടറിവുമുണ്ട്. ഇതാണ് എൻ്റെ ചോദ്യം. ഖുറാനിലെങ്ങും പ്രതിപാദിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതിൽ ഈ ജന്മദിനം ആഘോഷിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? ബഹുമാന്യനായ സഹോദരൻ ഇവിടെ ഉന്നയിച്ചത്, വിശുദ്ധ ഖുർആനിൽ എവിടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ പ്രത്യേകിച്ച് അധ്യാപനങ്ങളൊന്നുമില്ല. എന്നാലും ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരും വ്യത്യസ്തമായ ജന്മദിനാഘോഷങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ മുസ്ലിമീങ്ങൾക്കും സ്വാഭാവികമായും ഒരു ആഗ്രഹമുണ്ടാകുമല്ലോ, തങ്ങളുടെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന്. ആ ഒരു ആഗ്രഹത്തെ നമുക്ക് അംഗീകരിച്ചുകൂടെ? മാത്രവുമല്ല, സ്വഹാബിമാരൊക്കെ പലരും അങ്ങനെ ആഘോഷിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുമുണ്ട് എന്ന് അദ്ദേഹം ഇത് അവസാനമായി പറയുകയും ചെയ്തു. പരിശുദ്ധ ഇസ്ലാമിന് മറ്റു മതങ്ങളിൽ നിന്ന് ഏറെ വ്യത്യാസങ്ങളുണ്ട്. ഇതര മതങ്ങൾക്കെല്ലാം ചില മഹത്തുക്കളുടെ വാക്കുകളും ഐതിഹ്യങ്ങളും അതുപോലെ സ്വപ്നങ്ങളും കെട്ടുകഥകളും ഒക്കെ പല ആചാരങ്ങൾക്കും അടിസ്ഥാന മാതൃകയായി സ്വീകരിക്കാമെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സവിശേഷത അത് ദൈവികമായ മതമാണ് എന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ചെയ്തു എന്നതുകൊണ്ട് ഒരു കാര്യം മതമാവുകയില്ല, ആരും ചെയ്തില്ല എന്നതുകൊണ്ട് ഒരു കാര്യം മതമല്ലാതായി മാറുകയുമില്ല. ഈ മതം അതിന്റെ അധ്യാപനമായി എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് പ്രപഞ്ചത്തിന്റെ സട്ടാവ് ദിവ്യബോധനമായി അറിയിച്ച വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളുമാകുന്ന രണ്ട് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ മാത്രമാണ്. മതമായി സ്വീകരിക്കപ്പെടുന്ന ഏത് കാര്യം, അത് വിശ്വാസകാര്യമാണെങ്കിലും കർമ്മ ആചാര അനുഷ്ഠാന സംസ്കാര മേഖലകളുമായി ബന്ധപ്പെട്ട ഏതാണെങ്കിലും ശരി, ഒന്നുപോലും ലോകത്തിന്റെ സട്ടാവ് പഠിപ്പിക്കാത്തൊരു കാര്യം ഇസ്ലാമിൽ മതമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. വെള്ളം കുടിക്കുമ്പോൾ വലതു കൈകൊണ്ട് വെള്ളം കുടിക്കണമെന്ന് വാശി കാണിക്കുന്നവരാണ് എല്ലാ മുസ്ലിമീങ്ങളും. എന്താണ് അങ്ങനെ വലതു കൈകൊണ്ട് വെള്ളം കുടിക്കണമെന്നൊരു വാശി? അതുപോലും ആകാശ ലോകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മലക്കിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ആ മലക്ക് വന്ന പ്രവാചകർക്ക് പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനമാണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ വലതുകാലിൽ ആദ്യം ധരിക്കണം, തലമുടി ചീകുമ്പോൾ ആദ്യം വലതുഭാഗം ചീകണം, ഷർട്ട് ധരിക്കുമ്പോൾ ആദ്യം വലതു കൈ ധരിക്കണം, തുടങ്ങി ജീവിതത്തിലെ എല്ലാ രംഗത്തും പാലിക്കുവാനായി പഠിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പ്രമാണങ്ങളിൽ നിന്ന് കിട്ടിയത് മാത്രമാണ് ഇസ്ലാമിൽ ഉള്ളത്. അതല്ലാതെ കുറച്ചൊക്കെ പഠിപ്പിച്ചു ബാക്കി ഇനി ശേഷക്കാരായി വരുന്ന പണ്ഡിതന്മാരും മഹത്തുക്കളുമൊക്കെ അവരെങ്ങനെ മതത്തിന്റെ ഭാഗമാക്കി ഉണ്ടാക്കി തരുമെന്ന് ഒരു രീതി ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മതമാകണമെങ്കിൽ പ്രമാണങ്ങളുടെ പിൻബലം ഉണ്ടാകണം. പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത ഒന്ന് ആരൊക്കെ ചെയ്താലും അത് മതമായി സ്വീകരിക്കാവതല്ല. പ്രമാണങ്ങൾ പഠിപ്പിക്കപ്പെട്ടൊരു കാര്യം ആര് ചെയ്തിട്ടില്ല എങ്കിലും ശരി, അത് മതത്തിന്റെ ആശയമാണ് താനും. അതുകൊണ്ടാണ് അൽ ജമാഅത്ത് എന്ന ഇസ്ലാമിന്റെ സാങ്കേതികമായ ശബ്ദം അത് വിശദീകരിക്കുമ്പോൾ
സഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുന്ന സംഘം, ശരിയായ സത്യത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ മാ വാഫഖൽ ഹഖ, സത്യത്തോട് യോജിക്കുന്നതാണ്. സത്യത്തോട് യോജിക്കുന്നതേതോ അതാണ് അൽ ജമാഅത്ത്. അതിൽ ആൾബലം, ആളെണ്ണം കൂടി എന്നതോ കുറഞ്ഞു എന്നതോ മാനദണ്ഡമല്ല എന്ന് കൂടി ശേഷക്കാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിൽ പലരും ചെയ്യുന്നു, നമുക്കും വേണം ഒന്ന് എന്ന മട്ടിൽ ഈ മതത്തിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാവതല്ല. ഒരുപാട് മതങ്ങളും ഒരുപാട് ആദർശങ്ങളുമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല മതത്തിന്റെയും ആളുകൾ അവരുടെ മതത്തിന്റെ ഭാഗമായി പലതരം വിശ്വാസങ്ങളും പലതരം ആചാരങ്ങളും അവർ ആചരിക്കുന്നുണ്ട്. അതിനെല്ലാം അനുസരിച്ച് നമ്മളും മതത്തിലേക്ക് പലതും കൂട്ടിച്ചേർക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ മതത്തിൽ എന്താണ് മറ്റു മതങ്ങളിൽ നിന്ന് വ്യതിരിക്തത ഉണ്ടാവുക. മാത്രവുമല്ല, ജന്മദിനങ്ങൾ മാത്രമല്ല, ചരമദിനങ്ങൾ അല്ലാത്ത മറ്റു പല ആചാരങ്ങൾ, ആഘോഷങ്ങൾ എല്ലാം ഇതര മതസ്ഥർ ആചരിക്കുന്നുണ്ട്. ഇസ്ലാമിക അധ്യാപന പ്രകാരം എല്ലാ ദിവസങ്ങളും അവ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെതാണ്. എല്ലാ സ്ഥലങ്ങളും അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെതാണ്. അതുകൊണ്ട് ഒരു ദിവസത്തിനോ ഒരു സ്ഥലത്തിനോ സവിശേഷത ഉണ്ട് എന്ന് നാം വിശ്വസിക്കണമെങ്കിൽ സൃഷ്ടാവായ അല്ലാഹു തആല പഠിപ്പിക്കണം, ഈ ദിവസം മഹത്വമാണ്, ഈ സ്ഥലം മഹത്വമാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കണം. എങ്കിലേ ആ ദിവസത്തിന് ആ സ്ഥലത്തിന് മഹത്വം കൽപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനമാണ്. വെള്ളിയാഴ്ച മഹത്വമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? അല്ലാഹു തആലയുടെ വഹയി പ്രകാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു അക്കാര്യം. തിങ്കളാഴ്ചക്ക് മഹത്വമുണ്ട്, വ്യാഴാഴ്ചക്ക് മഹത്വമുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട്? നബി തങ്ങൾ പഠിപ്പിച്ചു ആ ഒരു അധ്യാപനം. റമദാൻ മാസം മഹത്വമാണ്, പ്രവാചകൻ പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു, അതുകൊണ്ട് നാം അത് അംഗീകരിക്കുന്നു. 4 മാസം യുദ്ധം ഹറാമായ പവിത്രമായ മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്. വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു, മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രങ്ങളാണ് എന്ന് വിശുദ്ധ പ്രവാചകന്റെ ഹദീസുകളിൽ അവ വിശദീകരിക്കപ്പെടുകയും ചെയ്തു. അതേപോലെ സ്ഥലങ്ങൾ മഹത്വമുള്ളതാണ്. മക്ക, മദീന മഹത്വമേറിയ പ്രദേശങ്ങളാണ്. മിന, മുസ്ദലിഫ, അറഫ മഹത്വമുള്ള പ്രദേശങ്ങളാണ്. പള്ളികൾ മഹത്വമുള്ളതാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ വഹയി പ്രകാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അക്കാര്യം പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിക്കപ്പെടാത്ത ഒരു ദിവസത്തിനോ ഒരു സ്ഥലത്തിനോ മഹത്വമുണ്ടെന്ന് വിശ്വസിക്കാനോ ആ ദിവസത്തെ ആ സ്ഥലത്തെ മഹത്വം കൽപ്പിച്ചുകൊണ്ട് ആഘോഷമാക്കി മാറ്റാനോ പ്രത്യേകമായ ആചാരങ്ങൾ കൊണ്ടുവരാനോ മതത്തിൽ അനുവാദമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ മതമായി റഹ്മാനായ റബ്ബിൽ നിന്ന് വഹയി പ്രകാരം നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് മാത്രമാണ് മതം. പ്രവാചകരോട് പോലും അല്ലാഹു തആല പറയുന്നുവല്ലോ, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, നബിയെ, പ്രവാചകരെങ്ങാനും അല്ലാഹുവിന്റെ പേരിൽ ചില വാക്കുകളെങ്കിലും വ്യാജമായി ഉണ്ടാക്കി പറഞ്ഞാൽ, കെട്ടിച്ചമച്ചുകൊണ്ട് പറഞ്ഞാൽ, വലങ്കൈ കൊണ്ട് നാം പിടികൂടും, ജീവനാഡിയെ നാം മുറിച്ചു കളയുമെന്ന്. പ്രവാചകർക്ക് പോലും അനുവാദമില്ല മതത്തിലേക്കൊന്ന് കൂട്ടിച്ചേർക്കാൻ. ഇനി ബഹുസ്വര സമൂഹമാണ് എന്നാണ് ന്യായമെങ്കിൽ, നബിതങ്ങൾ മദീനയിൽ വരുമ്പോൾ ആ മദീനയിൽ ഉണ്ട് ചില ആഘോഷ ദിവസങ്ങൾ. അവിടെയുണ്ട് ആഘോഷ ദിവസങ്ങൾ. അവിടെ യഹൂദികളുണ്ട്, അവിടെ നസ്വാറാക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. അവർക്കൊക്കെ ആഘോഷ ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളോട് അപ്പടി അതിന്റെ കൂടെ കൂടാനല്ല പഠിപ്പിച്ചത്. നേരെ മറിച്ച് അല്ലാഹുവിന്റെ വഹയി പ്രകാരം നബി തങ്ങൾ പറഞ്ഞു, നമുക്കുള്ള ആഘോഷങ്ങൾ 2 പെരുന്നാൾ ദിവസങ്ങളാണ്. അതാണ് നമുക്കുള്ള ആഘോഷം. അതല്ലാത്ത ആഘോഷം വിശ്വാസികൾക്കില്ല. ലോകത്ത് പലയിടത്തും പലതും ആഘോഷിക്കും, പലതും ആചരിക്കും. അതെല്ലാം അനുസരിച്ച് ഓരോ നാട്ടിലേക്കും അനുസരിച്ച് ഈ മതത്തിൽ മാറ്റമുണ്ടാവില്ല. മറ്റു മതങ്ങളൊക്കെ ഈ നാട്ടിൽ ആചാരമാവില്ല മറ്റൊരു നാട്ടിൽ.
ഇവിടുത്തെ വിശ്വാസമാവില്ല. മറ്റൊരു നാട്ടിലേക്ക് ചെന്നാൽ ഇസ്ലാം അതല്ല. ലോകത്തെവിടെ ചെന്നാലും ഒരേ വിശ്വാസമാണ്, ഒരേ ആചാരമാണ്, ഒരേ നയമാണ്, ഒരേ നിലപാടാണ്. അമേരിക്കയിൽ പോയാലും ജപ്പാനിൽ പോയാലും അവിടെ പോയി ചോദിക്കേണ്ടി വരില്ല ഇവിടെ സുബഹി എത്ര റക്അത്ത, ഇവിടെ മഗ്രിബ് എത്ര റക്അത്ത, ഇവിടെ സുബഹിക്ക് മുമ്പാണോ സുന്നത്ത്, സുബഹിക്ക് ശേഷമാണോ സുന്നത്ത് എന്ന് ചോദിക്കേണ്ടി വരില്ല. എന്തുകൊണ്ട്? ലോകത്ത് മുഴുവൻ ഒറ്റ പ്രമാണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ മതം ആശയത്തെ സ്വീകരിക്കുന്നത്. മതത്തിലേക്ക് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടവയോ അവ നാട് മാറുമ്പോൾ, കാലം മാറുമ്പോൾ കോലം മാറുന്നതായി കാണാൻ കഴിയും. 10 വർഷം മുമ്പത്തെ റബീഉൽ അവ്വൽ ആഘോഷം പോലെയല്ല ഇന്നത്തെ റബീഉൽ അവ്വൽ ആഘോഷങ്ങൾ. ഓരോ കാലത്തും മാറുകയാണ്. ഈ നാട്ടിൽ കാണുന്ന പോലെ ആവില്ല മറ്റു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവുക. ഇവിടെ ചൊല്ലുന്ന ദിക്റുകളും പ്രാർത്ഥനകളും ആവില്ല മറ്റു നാട്ടിൽ ചൊല്ലുമ്പോൾ നിർവഹിക്കപ്പെടുക. ഇന്നലെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ കണ്ടു ഒരു പോസ്റ്റർ, ഇന്ന് മാസപ്പിറവി ദർശിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ രാവ് റബീഉൽ അവ്വൽ ആദ്യത്തെ രാവാണ്, അതുകൊണ്ട് റബീഉൽ അവ്വൽ ആദ്യത്തെ രാവിൽ ചൊല്ലേണ്ട ദിക്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി ദിക്റുമായി ഒരു മുസ്ലിയാർ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്റുകളെ അയാൾ അതിൽ പരാമർശിക്കുന്നുമുണ്ട്. എവിടുന്ന് കിട്ടി? ഇതൊന്നും പഴയ കാലത്തില്ല. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ആരും അതിനെ കേട്ടിട്ടില്ല. കണ്ടോ, ഇന്ന് മാസപ്പിറവി ദൃശ്യമായാൽ റബീഉൽ അവ്വൽ ആദ്യ രാവ് എന്നാണ് ആ ഒരു ഉസ്താദ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. അത് ശരിയാണ്, മാസപ്പിറവി ദൃശ്യമായാൽ റബീഉൽ അവ്വൽ ആദ്യ രാവാണെന്ന്. എങ്കിൽ ഇന്ന് ചെയ്യേണ്ട പ്രത്യേകമായ കർമ്മങ്ങൾ, ഇന്ന് ചെയ്യേണ്ട പ്രത്യേകമായ പ്രാർത്ഥനകൾ, ഇന്ന് നിർവഹിക്കേണ്ട പ്രത്യേകമായ ദിക്റുകൾ എവിടുന്ന് കിട്ടി? ഇതൊക്കെ മാത്രമല്ല 1 മുതൽ 12 വരെ ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്റുകൾ, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം 3 മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ ഉതകുന്ന കാര്യങ്ങൾ. നഊദു ബില്ലാഹ്. ഇതൊക്കെ പറയണമെങ്കിൽ അല്ലാഹുവിന്റെ വഹയില്ലാതെ എങ്ങനെ പറയും? അല്ലാഹുവിന്റെ വഹയില്ലാതെ എങ്ങനെ പറയും? ഇന്ന ദിവസം ചൊല്ലണം, ഇന്ന സമയം ചൊല്ലണം, ഇന്ന പ്രാർത്ഥന നിർവഹിക്കണം എന്ന് പറയണമെങ്കിൽ ലോകത്തിന്റെ സട്ടാവിന്റെ വഹ്യ് വേണം. കാരണം ആ റബ്ബിൻ്റെതാണ് ഈ ദീന്. നമ്മുടെ വക കൂട്ടിച്ചേർക്കാൻ, നമ്മുടെ വക എടുത്തൊഴിവാക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ന്യായങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ അത് നല്ല സുന്ദരമായ ന്യായമായി തോന്നാമെങ്കിലും മതത്തിലേക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ അതൊന്നും ഒരിക്കലും പര്യാപ്തമല്ല. സ്വഹാബിമാരും താബിഈങ്ങളും ഒക്കെ പ്രവാചകരുടെ ജന്മദിനം ആചരിച്ചു, ആഘോഷിച്ചു, അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞുവെന്നൊക്കെ ഇപ്പൊ അടുത്ത കാലത്തായി ചില ഉസ്താദുമാർ പറഞ്ഞു പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ശുദ്ധമായ കളവുകളാണ്. ഒരു സ്വഹാബിയും പറഞ്ഞിട്ടില്ല, ഒരു താബിഈയും പറഞ്ഞിട്ടില്ല, ഒരു തബഉ താബിഈയും പറഞ്ഞിട്ടില്ല. മദ്ഹബിന്റെ 4 ഇമാമുമാർക്ക് പോലും ഈ ഒരു ആശയം തന്നെ പരിചയം പോലുമില്ല. ഇവിടെ വിശദീകരിക്കപ്പെട്ടുവല്ലോ, 4-ാം നൂറ്റാണ്ടിൽ ശിയാക്കൾ ആരംഭിച്ചു. പിന്നീട് 600-കൾക്ക് ശേഷം അഥവാ 7-ാം നൂറ്റാണ്ടിൽ മുസഫർ എന്ന സൂഫി ആശയത്തെ ഏറ്റെടുത്ത ഒരു രാജാവ്, അയാൾക്ക് ഭരണം കിട്ടിയപ്പോൾ അയാളുടെ ഭരണ പരിഷ്കാരത്തിന്റെ ഭാഗമായി ആ രാജ്യത്ത് ഔദ്യോഗികമായ ആഘോഷമാക്കി ഇതിനെ മാറ്റിക്കൊണ്ടുവന്നു. അവിടെ നിങ്ങോട്ട് ഉണ്ടായ ഒരു കാര്യം, അതിന്റെ മഹത്വം എങ്ങനെയാണ് സ്വഹാബിമാർ പറയുക, അതിന്റെ മഹത്വം എങ്ങനെയാണ് താബിഈകൾ പറയുക? അതൊക്കെ വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ടവയാണ് എന്ന് മാത്രമല്ല, ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ലോക ചരിത്രത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ച കാര്യമാണ് ഇത് ബിദ്അത്താകുന്നു എന്ന വിഷയം. ആദ്യകാലത്തില്ല, പിൽക്കാലത്തുണ്ടായതാണ്, ബിദ്അത്താണ് എന്ന് പറയാത്ത ഒരു പണ്ഡിതനുമില്ല ചരിത്രത്തിൽ. അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരുമായ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ എല്ലാവരും ഏകോപിച്ച ആശയമാണ് ഇത് ബിദ്അത്താണ്. ആദ്യകാലത്തില്ല. പിന്നെ ചിലര് പറഞ്ഞു എന്നാലും നല്ല ബിദ്അത്താണ്, അല്ല മോശപ്പെട്ട ബിദ്അത്താണ് എന്നാണ് പിൽക്കാലത്ത് വന്ന ചർച്ചകൾ. അനുകൂലിച്ചവർ പോലും പറഞ്ഞത് ഇത് ബിദ്അത്താണ്, പക്ഷെ നല്ല ബിദ്അത്താണ് എന്നാണ്. സ്വഹാബത്തും താബിഈകൾക്കും പരിചയമുണ്ടെങ്കിൽ പിന്നെ ബിദ്അത്താവുകയില്ല. ഖുർആനും സുന്നത്തും പഠിപ്പിച്ചുവെങ്കിൽ പിന്നെ ബിദ്അത്താവുകയില്ല. ബിദ്അത്താണെങ്കിൽ പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടതല്ല, സ്വഹാബത്തും താബിഈകൾക്കും പരിചയമുള്ളതുമല്ല. അതുകൊണ്ട് വസ്തുനിഷ്ഠമായി നാം കാര്യങ്ങളെ പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അനസ്, ആലപ്പുഴയിൽ നിന്ന് വരുവാണ്. ഇപ്പോൾ നബിദിനാഘോഷം ബിദ്അത്താണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ ഖുർആൻ ക്രോഡീകരണവും
ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തെ സംഘടിത തറാവിയ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തെ രണ്ടാം ബാങ്ക്, അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് അറബി വ്യാകരണത്തിൻ്റെ ആവിർഭാവം, ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കാലത്ത് ഹദീസ് ക്രോഡീകരണം തുടങ്ങി നിരവധിയായ ബിദ്അത്തുകൾ ഇസ്ലാമിക ലോകത്ത് പരിചയമുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ നബിദിനത്തിന് മാത്രം ഒരു ബിദ്അത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? നബിദിനാഘോഷം ബിദ്അത്താണ് എന്ന് പറയുന്നു. അതേസമയം സ്വഹാബിമാരിൽ പലരുടെയും കാലഘട്ടങ്ങളിൽ ഉണ്ടായി വന്ന വ്യത്യസ്തമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ, അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എങ്കിൽ അതും ബിദ്അത്താണ് എന്ന് പറയേണ്ടതല്ലേ എന്നാണ്. അവർ ചെയ്ത ആ പരാമർശിക്കപ്പെട്ടതും അല്ലാത്തതുമായ കാര്യങ്ങളും ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്ന നബിദിനാഘോഷവും തമ്മിൽ ഏറെ വ്യത്യാസങ്ങളുണ്ട്. ഇതുവരെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്റെ ജന്മദിനാഘോഷം എന്നത് മതത്തിലെ സ്ഥിരപ്പെട്ട കാര്യമായിട്ടാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. രണ്ട് പെരുന്നാളുകളെക്കാളും വലിയ ആഘോഷമാണ് നബിദിനാഘോഷം എന്ന് വരെ ഇവിടെ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമുണ്ട് പ്രവാചകൻ ജനിച്ച ദിവസത്തിന് എന്നുവരെ ഇവിടെ പല പ്രസിദ്ധീകരണങ്ങളിൽ വ്യത്യസ്തരായ ഉസ്താദുമാർ എഴുതിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞതാണ് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രിയാണ് എന്ന്. പ്രവാചകൻ ജനിച്ച രാത്രിയെക്കുറിച്ച് ഖുർആനിലോ ഹദീസിലോ പരാമർശങ്ങളില്ല. അത് ഏത് ദിവസമാണ് എന്നതിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് മാസമാണ്, ഏത് വർഷമാണ്, ഏത് ഡേറ്റ് ആണ് എന്നതെല്ലാം വീക്ഷണ വ്യത്യാസമുണ്ട്. രാത്രിയാണോ പകലാണോ ജനിച്ചത്, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തിങ്കളാഴ്ചയാണ് എന്ന കാര്യം മാത്രമാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ ഒരു സവിശേഷമായി കൊണ്ടുവരാൻ ന്യായങ്ങളില്ല എന്ന് വ്യക്തം. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ചില്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് ജമാഅത്ത് നടപ്പാക്കിയില്ലേ? ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് നടപ്പിൽ വരുത്തിയില്ലേ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഗണത്തിൽ ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം എന്നത് യഥാർത്ഥത്തിൽ ചെയ്തത് അല്ലാഹു തആലയാണ്, അബൂബക്കർ സിദ്ദീഖ് അല്ല. വിശുദ്ധ ഖുർആൻ തന്നെ കാര്യം എടുത്തു പറഞ്ഞു, ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. ജംഉൽ ഖുർആൻ, ഖുർആന്റെ ക്രോഡീകരണം നമ്മുടെ മേൽ തന്നെയാണ് ബാധ്യത. അതിലെ പാരായണവും നാം തന്നെയാണ്. അതുകൊണ്ട് ഫൈദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന, നാം ഓതി തന്നാൽ ആ പാരായണത്തെ നീ പിന്തുടരുക എന്ന് അല്ലാഹു തആല പ്രവാചകർക്ക് വഹയായി അറിയിക്കുന്നു. ഖുർആന്റെ ക്രോഡീകരണം അല്ലാഹു തആലയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിശ്ചയിച്ചതും പഠിപ്പിച്ചതുമൊക്കെ. ഓരോ ആയത്തിറങ്ങുമ്പോഴും ആ ആയത്ത് ഏത് സൂറത്തിലാണ്, ഏത് ആയത്തിന് ശേഷമാണ്, ഏത് ആയത്തിന്റെ മുമ്പാണ് എന്നൊക്കെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകർക്ക് പ്രത്യേകമായി പറഞ്ഞു കൊടുക്കുമായിരുന്നു. പ്രവാചകർ അത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് അവർ ഖുർആൻ ക്രോഡീകരിച്ചത്. അല്ലാതെ നബിതങ്ങളുടെ കാലത്തൊന്നും ഖുർആന് യാതൊരു ക്രോഡീകരണവും ഇല്ലാതെ തോന്നിയ പോലെ പലതും ഓതിപ്പോയി അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് പിന്നെ അതൊക്കെ ക്രോഡീകരിച്ചു എന്നല്ല. എല്ലാ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ എഴുതി വെച്ചത് വ്യത്യസ്തമായ മാധ്യമങ്ങളിലായിരുന്നു. തോലുകളിലും എല്ലുകളിലും കല്ലുകളിലുമൊക്കെ കൊത്തിവെക്കുന്ന, രേഖപ്പെടുത്തി വെക്കുന്ന ശൈലിയാണ് അന്നുണ്ടായിരുന്നത്. അത് തന്നെ മുഴുവനായും എഴുതി വെക്കാറില്ല. ചിലർ ഒരായത്ത്, ചിലർ 2 ആയത്ത്, ചിലർ സൂറത്ത്, ഇങ്ങനെയൊക്കെയാണ് പലരും രേഖപ്പെടുത്തി വെച്ചത്. ഇത് അന്ന് രേഖയേക്കാളേറെ തങ്ങളുടെ ഓർമ്മശക്തിയെയാണ് അവർ ആശ്രയിച്ചത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് പ്രവാചകന്റെ ഹൃദയത്തിലേക്കാണ്, പ്രവാചക കൈകളിലേക്കല്ല. സബൂറും തൗറാത്തും ഇഞ്ചീലും ഇറങ്ങിയത് കൈകളിലേക്കാണ്. ആ പ്രവാചകന്റെ കൈയിലേക്കാണ് അല്ലാഹു തആല അവ ഇറക്കി കൊടുത്തത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് പ്രവാചകന്റെ ഖൽബിലേക്കാണ്, മനസ്സിലേക്കാണ്. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഓതിക്കൊടുക്കുന്നു, നബിതങ്ങൾക്ക് അതങ്ങ് മനസ്സിൽ ഹൃദയസ്ഥമാകുന്നു, നബിതങ്ങൾ ഏറ്റു ചൊല്ലുന്നു, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാഠം കേൾക്കുന്നു. അതായിരുന്നു ഖുർആനിന്റെ ശൈലി. നബിയിൽ നിന്ന് സ്വഹാബിമാർ കേട്ടു, സ്വഹാബത്തിന്റെ ഖൽബിലേക്ക് കൈമാറി, അവർ ഇത് കാണാതെ പഠിച്ചു. അന്ന് എഴുത്തിനെ, പ്രിന്റഡ് കോപ്പിയെ ഒന്നുമല്ല അവർ അവലംബിച്ചത്.
അങ്ങനെ പലരും പലയിടത്തും പല ആയത്തുകളും രേഖപ്പെടുത്തി വെച്ചു. അതെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവന്ന് 2 ചട്ടക്കുള്ളിൽ ഒന്നിച്ചു കിട്ടുന്ന രൂപത്തിലാക്കിയത് മാത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും കയ്യിലുള്ള ആയത്തുകളെ എല്ലാം 2 ചട്ടക്കുള്ളിൽ ഒറ്റ പകർപ്പിലായി എല്ലാം ലഭിക്കുന്ന ഒരു മുസ്ഹഫ് ഉണ്ടാക്കി. അതാണ് അബൂബക്കർ സിദ്ദീഖിന്റെ പണി. ഒറ്റ കോപ്പി അതേ ഉണ്ടാക്കി. ആകെ ചെയ്ത് ഒറ്റ കോപ്പിയാണ്. അത് അബൂബക്കർ സിദ്ദീഖ് തന്നെ സൂക്ഷിച്ചു. ആർക്കെങ്കിലും വല്ല ആയത്തിനും വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതിലേക്ക് മടങ്ങാം. ഒരു മർജി ആയി, ഒരു സോഴ്സായി അത് സ്വീകരിച്ചു എന്ന് മാത്രം. ഉമർ ഖത്താബിന് കാലം വന്നപ്പോൾ ആ കോപ്പി ഉമർ ഖത്താബ് കൈവശം വെച്ചു. ഉമർ ഖത്താബിന്റെ വഫാത്തിന് ശേഷം ഉമർ ഖത്താബിന്റെ മകൾ പ്രവാചക പത്നി നമ്മുടെ ഉമ്മ ഹഫ്സ റളിയല്ലാഹു അൻഹ അത് കൈവശം വെച്ചു. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോൾ അപ്പോഴേക്ക് ഇസ്ലാം വ്യത്യസ്തമായ ലോകത്തേക്ക് പ്രചരിച്ചു. പല സ്ഥലത്തും പല രൂപത്തിൽ ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ഉസ്മാൻ അഫ്ഫാൻ മനസ്സിലായത് ഈ പോക്ക് പോയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഹഫ്സ ബീവിയുടെ കയ്യിൽ നിന്ന് ആ പകർപ്പ് വാങ്ങി. എന്നിട്ട് അത് നോക്കി അതിലെ 7 കോപ്പി ഉസ്മാൻ അഫ്ഫാൻ എടുപ്പിച്ചു. കൈയെഴുത്ത് കോപ്പികൾ. ആ 7 കോപ്പികൾ അന്നത്തെ പ്രധാനപ്പെട്ട 7 പട്ടണങ്ങളിലേക്ക് കൊടുത്തയച്ചു. മക്കയിലൊന്ന്, മദീനയിലൊന്ന്, ത്വായിഫിലൊന്ന്, ബസറയിലൊന്ന് എന്നിങ്ങനെ 7 പ്രധാന നഗരങ്ങളിലേക്ക് ഓരോ കോപ്പികൾ കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഈ കോപ്പിയുള്ള രൂപത്തിലെ അവിടെ പാരായണം ചെയ്യാവൂ, അല്ലാത്ത പാരായണങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാവതല്ല. അതാണ് ഉസ്മാൻ അഫ്ഫാൻ ചെയ്തത്. അല്ലാതെ അവരാരും വിശുദ്ധ ഖുർആന്റെ തർത്തീബുകളിൽ, ആയത്തിന്റെ ക്രമീകരണങ്ങളിൽ ഒന്നും യാതൊരു ഇടപെടലും അവരാരും നടത്തിയിട്ടില്ല. നബി തങ്ങൾ എങ്ങനെയാണോ ഓതിയത്, സ്വഹാബത്ത് നബിയുടെ കാലത്ത് എങ്ങനെയാണോ ഓതിയത്, അങ്ങനെ തന്നെയാണ് അന്നും ഇന്നും ഓതിപ്പോരുന്നത്. ഇനി ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് തറാവീഹ് ആണെങ്കിൽ നബി തങ്ങൾ ചെയ്യാത്തൊരു പണിയല്ല ഉമർ ഖത്താബ് ചെയ്തത്. നബി തങ്ങൾ 3 ദിവസം ജമാഅത്തായി നിസ്കരിച്ചു. റമദാൻ 23-ന് ജമാഅത്തായി നിസ്കരിച്ചു, 25-ന് നിസ്കരിച്ചു, 27-ന് നിസ്കരിച്ചു. ആദ്യത്തെ ദിവസം നിസ്കരിച്ചപ്പോൾ അധികമാരും അറിഞ്ഞില്ല അന്ന് പ്രവാചകൻ ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് അന്ന് നിസ്കാരത്തിന്റെ ജമാഅത്തിൽ താരതമ്യേന ആളുകൾ കുറവായിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ എല്ലാവരും അറിഞ്ഞു ഇന്ന് രാത്രി പ്രവാചകൻ ജമാഅത്തായി നിസ്കരിച്ചു. ആൾക്ക് വലിയ ആവേശമായി. തലേ ദിവസം പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് വലിയ വിഷമമായി. അതുകൊണ്ട് 24-ന് എല്ലാവരും പള്ളി വന്ന് കാത്തിരുന്നു. അന്ന് പ്രവാചകൻ നിസ്കരിക്കാൻ വന്നില്ല. കുറെ സമയം കാത്തിരുന്നു, അവരൊക്കെ പിരിഞ്ഞു പോയി. പിറ്റേന്ന് 25-ന് പ്രവാചകൻ ജമാഅത്തായി നിസ്കരിച്ചു. 26-ന് ആളുകൾ കാത്തിരുന്നു, അന്ന് വന്നില്ല. 27-ന് പ്രവാചകൻ ജമാഅത്തായി നിസ്കരിച്ചു. അടുത്ത ദിവസം ധാരാളം ആളുകൾ വന്നു, പള്ളി നിറഞ്ഞു കവിയുമാർ ആളെത്തി, പ്രവാചകൻ വന്നില്ല. സ്വഹാബി ഒരുപാട് സമയം പ്രതീക്ഷിച്ചു. നബിയുടെ വീടിന്റെ സമീപത്ത് പോയി തൊണ്ടയനക്കി ചുമക്കലും അതേപോലെയുള്ള ശബ്ദമുണ്ടാക്കലും ഒക്കെ ചെയ്തു. പ്രവാചകൻ ശ്രദ്ധ വിട്ടതാണെങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് ഓർമ്മയായി പുറത്തേക്ക് വന്നാലോ. പ്രവാചകൻ വന്നില്ല. സുബഹിക്ക് ശേഷം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വന്നതും കാത്തിരുന്നതും ഞാൻ അറിയാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ആവേശം കണ്ടപ്പോൾ അല്ലാഹു തആല ഇത് ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. അപ്പൊ നബി തങ്ങൾ ചെയ്ത കാര്യമാണ്. 3 ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരം പുനരാരംഭിക്കുകയാണ് ഉമർ ഖത്താബ് ചെയ്തത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്ത് ആകെ 2 റമദാൻ മാസമേ വന്നുള്ളൂ. ആ 2 റമദാനുകളിൽ ഔദ്യോഗികമായ ജമാഅത്ത് പള്ളിയിൽ നടന്നിട്ടില്ല. അത് കഴിഞ്ഞ് 3-ാമത്തെ കൊല്ലമായപ്പോഴേക്ക് ഉമർ ഖത്താബ് ഖലീഫയായി മാറി. ഉമർ ഖത്താബിന്റെ കാലത്ത് ആദ്യകാലങ്ങളിൽ ജമാഅത്ത് നടപ്പാക്കിയില്ല. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് പള്ളിയിൽ പലരും പല രൂപത്തിൽ ജമാഅത്ത് നടപ്പാക്കുന്നു. ചെറിയ 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 ജമാഅത്തുകളായി പള്ളി നിസ്കരിക്കാൻ കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് ഒറ്റ ഇമാമിനെ നിസ്കരിച്ചുകൂടെ. അങ്ങനെയാണ് ഉബയ്യ് ഇബ്നു കഅബിനെയും തമീമുദ്ദാരിയെയും റളിയല്ലാഹു അൻഹുമാ 2 പേരെയും ഇമാമായി ഔദ്യോഗികമായി ചുമതലപ്പെടുത്തി കൊടുത്തു. അവർക്ക് പിറകിൽ അവർ ജമാഅത്തായി നിസ്കരിച്ചു. അപ്പൊ നബി തങ്ങൾ ചെയ്യാത്തൊരു കാര്യമല്ല ഉമർ ഖത്താബ് ചെയ്തത്. അന്നുണ്ടായിരുന്ന മതപരമായ ചില ന്യായം കാരണം തൽക്കാലം നിർത്തിവെച്ചതിനെ ആ തടസ്സം നീങ്ങിയപ്പോൾ പുനരാരംഭിച്ചു.
വഹി ഇറങ്ങുന്ന കാലമാണ് നബിയുടെ കാലം. അതുകൊണ്ട് ഫർളാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടു. നബിയുടെ വഫാത്തോടു കൂടി വഹി അവസാനിച്ചു. ഇനി ഫർളാക്കപ്പെടുക എന്ന പ്രശ്നമില്ല. അപ്പൊ നബിതങ്ങൾ ചെയ്തു, ഒരു പ്രത്യേകമായ കാരണത്താൽ നിർത്തലാക്കി എങ്കിൽ ആ കാരണം എപ്പോൾ നീങ്ങിയോ അപ്പോൾ പുനരാരംഭിക്കാം. അതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പുനരാരംഭിച്ചത്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 2 ബാങ്ക് ഉണ്ടായില്ലേ? ഉസ്മാൻ അഫ്ഫാന്റെ കാലഘട്ടം വരെ അപ്പൊ എങ്ങനെയായിരുന്നു? ഒറ്റ ബാങ്കായിരുന്നു. നബിയുടെ കാലത്ത്, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത്, ഉമർ ഖത്താബിന്റെ കാലത്ത്, ഉസ്മാൻ അഫ്ഫാന്റെ ഭരണത്തിലെ ആദ്യ ഭാഗങ്ങളിൽ എല്ലാം ഒരൊറ്റ ബാങ്കായിരുന്നു. അന്ന് മൈക്കില്ല, വാച്ചില്ല, സമയമറിയാൻ സംവിധാനമില്ല. അതുകൊണ്ട് പലരും ബാങ്ക് കേട്ടിട്ടാണ് പള്ളിയിലേക്ക് വരിക. പലപ്പോഴും ആളുകൾ ജുമുഅക്ക് അന്ന് ധാരാളമായി നേരം വൈകി വരും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഖുത്ബ നിർവഹിക്കുമ്പോഴാണ് ഒരിക്കൽ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമുഅക്ക് വന്നത്. സമയം അറിയാൻ മാർഗമൊന്നുമില്ല. പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോഴോ അത്ര സമയമായോ, ബാങ്ക് വിളിക്കാറായോ, വേഗം ഓടി പള്ളിക്ക് വന്നു. ഉമർ ഖത്താബ് മിമ്പറിൽ ഖുത്ബ നിർവഹിക്കുകയാണ്. ഉമർ ഖത്താബ് ചോദിച്ചു, അയ്യതു സാഅത്തിൻ ഹാദിഹി, ഈ സമയത്താണോ ജുമുഅക്ക് വരുന്നത്? ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു, ഞാൻ തോട്ടത്തിൽ അല്പം പണിയിലായിരുന്നു, ഒരു സമയം അറിഞ്ഞില്ല. ബാങ്ക് കേട്ടപ്പോഴാണ് ഇത്രയും സമയമായത് അറിഞ്ഞത്. അതിനാൽ ഫമാ സിദ്തു അലൽ വുളു, ബാങ്ക് കേട്ടപ്പോൾ പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല, പെട്ടെന്ന് വുളു ചെയ്ത് ഞാൻ നേരെ പള്ളിയിലേക്ക് വന്നതാണ്. ഉമർ ഖത്താബ് ചോദിച്ചു, ഓഹോ, വുളുവേ ചെയ്തുള്ളൂ, താങ്കൾ കുളിച്ചിട്ടില്ലേ? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ അത്തൽ ജുമുഅത ഫൽയഗ്തസിൽ, ജുമുഅക്ക് വന്നാൽ കുളിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്കൾ കുളിക്കാതെയാണോ ജുമുഅക്ക് വന്നത്? ഇതാണ് അന്നത്തെ രീതി. ഉസ്മാൻ അഫ്ഫാന്റെ കാലമായപ്പോഴേക്ക് കുറച്ചുകൂടെ വിദൂരമായ ഭാഗത്തേക്ക് അവിടെ വീടുകളൊക്കെ ഉണ്ടായി. സമയമറിയാൻ സംവിധാനങ്ങളില്ല. ബാങ്ക് കേട്ടിട്ടാണ് പലരും വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. ജുമുഅക്ക് നേരം വൈകുന്നു. എന്താണ് ഒരു പരിഹാരം? അതിന് ഒരു ഭൗതികമായ പരിഹാരം ഉണ്ടാക്കുക മാത്രമാണ് ഉസ്മാൻ അഫ്ഫാൻ ചെയ്തത്. അദ്ദേഹം ചെയ്തത് ടൗണിൽ, മദീനയിലെ ടൗണിൽ ഉസ്മാൻ അഫ്ഫാനൊരു വീടുണ്ട്, സൗറ എന്നൊരു വീട്. അതല്ല, വീടല്ല, ഒരു ഉയർന്ന സ്ഥലമാണ് എന്നും അഭിപ്രായമുണ്ട്. ആ വീടിന് മുകളിൽ കയറി ഒരു 10-11 മണി സമയമാകുമ്പോൾ ഒരു അനൗൺസ്മെന്റ് ആണ് ഉസ്മാൻ അഫ്ഫാൻ നടപ്പാക്കിയത്. താബിഇയായ അതാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നമാ കാന യദ്ഉ الناس ദുആഅ വലാ യുഅദ്ദിനു ബിഗൈരി അദാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിക്കുക മാത്രമാണ് ചെയ്തത്. നബി തങ്ങൾ കൊടുക്കാത്തൊരു ബാങ്ക് ഉസ്മാൻ അഫ്ഫാൻ കൊടുത്തിട്ടില്ല എന്ന് അതാ പറഞ്ഞത് ഫത്ഹുൽ ബാരിയിൽ ഇമാം അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ 10-11 മണിയാകുമ്പോ വീടിന് മുകളിൽ കയറി ഒരു ഉറക്കെ വിളിച്ചു പറയൽ, ജുമുഅക്ക് ഒരുങ്ങാൻ സമയമായി, എല്ലാവരും ഏർപ്പാടൊക്കെ നിർത്തിക്കോളൂ, കുളിക്കാൻ നോക്കിക്കോളൂ, റെഡിയാവാൻ ശ്രമിച്ചോളൂ എന്ന് ഓർമ്മപ്പെടുത്താനുള്ള ഒരു അറിയിപ്പ്. ആ അറിയിപ്പ് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ വചനം മാറ്റി ബാങ്കിന്റെ വാക്കുകളാക്കി മാറ്റിയോ ഇല്ലേ എന്ന ചർച്ച പണ്ഡിതന്മാർക്കെതിരെ കാണുന്നുണ്ട് എന്ന് മാത്രം. അല്ലാതെ ഇന്ന് കാണുന്ന പോലെ പള്ളിയിൽ വെച്ച് 2 ബാങ്ക് ഒന്നിച്ചു വിളിക്കുക എന്ന ശൈലി ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയിട്ടില്ല. അന്നൊരു അനൗൺസ്മെന്റ്, ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു വിളംബരം, അതും ടൗണിൽ ചെന്ന് സൗറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഉയർന്ന സ്ഥലം, ഒരു വീട്, അതിന് മുകളിൽ കയറി ഒന്ന് വിളിച്ചു പറയുക. അതാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഹദീസ് ക്രോഡീകരണം നടന്നു. അതും നേരത്തെ ഖുർആൻ ക്രോഡീകരണം പറഞ്ഞ അതേ ഉത്തരമാണ് അതിലും പറയാനുള്ളത്. സ്വഹാബിമാർ തന്നെ ഹദീസ് ക്രോഡീകരിച്ചിട്ടുണ്ട്. അവർ പലരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു ഹദീസ് രേഖപ്പെടുത്തിയ പ്രത്യേകമായ രേഖ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബിന് സ്വഹീഫത്തു അലി എന്ന പേരിൽ അലിയുടെ ഏടുകൾ എന്ന് പറഞ്ഞൊരു ഏടുണ്ടായിരുന്നു. അദ്ദേഹം നബിയെ കേട്ട ഹദീസൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുമായിരുന്നു. പല സ്വഹാബിമാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ ഒരു രചനയായി, ഒരു പുസ്തകത്തിലേക്ക് എല്ലാ ഹദീസും കൂടെ കൊണ്ടുവന്ന് എല്ലാവർക്കും ലഭ്യമായ രൂപത്തിലേക്ക് മാറ്റുകയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ചെയ്തത്. അല്ലാതെ പുതിയ പണി ചെയ്തിട്ടില്ല. അത് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു.
അവരന്ന് ആ രൂപത്തിൽ ക്രോഡീകരിച്ചു. ഇന്ന് പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നു. മൊബൈൽ ഫോണിൽ, കമ്പ്യൂട്ടറിൽ, എല്ലാ സംവിധാനങ്ങളിലും ഇന്ന് ഖുർആൻ ലഭിക്കുന്നു, ഹദീസ് ലഭിക്കുന്നു, അർത്ഥം ലഭിക്കുന്നു, വിശദീകരണം ലഭിക്കുന്നു. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലുണ്ടായ ഭൗതികമായ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തൽ മാത്രമാണ്. അല്ലാതെ മതത്തിൽ ഒരു പുതിയ ആചാരം അവരാരും കൊണ്ടുവന്നിട്ടില്ല എന്നുകൂടി നാം മനസ്സിലാക്കുക. ഹാദാ വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ഒരു ചോദ്യം, ഈ നബിദിനമായിട്ട് സംസാരിക്കുമ്പോൾ പല ആളുകളും പറയുന്നതാണ് തീറ്റക്കൊതിയന്മാരായിട്ടുള്ള ആളുകളാണ് നബിദിനം ഉണ്ടാക്കിയത് എന്ന് സുയൂത്തി പറഞ്ഞെന്ന്. അതായത് അൽ ഹാവിൽ ഫത്താവയിൽ സുയൂത്തി പറഞ്ഞു എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. എൻ്റെ സംശയം ഇതാണ്, സുയൂത്തി ഇമാം ഹാവിൽ ഫത്താവയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മറിച്ച് ഇമാം ഫാക്കിഹാനി പറഞ്ഞതിനെ ഗണ്ണിക്കുകയല്ലേ ചെയ്തത്. അദ്ദേഹം ഈ മൗലൂദി അതായത് നബിദിനത്തെ സപ്പോർട്ട് ചെയ്യുകയില്ല, നല്ല ബിദഅത്ത് എന്നല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ വസ്തുത എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുക അതിൽ ഇസ്ലാമിൽ ശരിയായ ഒരു ആചാരമാണോ എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് വിശുദ്ധ ഖുർആൻ കൊണ്ട് യാതൊരു രേഖയും പ്രവാചക ജന്മദിനം ആഘോഷിക്കാൻ ലഭിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ സ്വഹാബത്തിന്റെ ചര്യയിലോ മദ്ഹബിന്റെ ഇമാമുകളുടെ പ്രവർത്തികളിലോ അവരുടെ ഗ്രന്ഥങ്ങളിലോ അതിനുശേഷം വന്ന മതനിഷ്ഠയുള്ള ആലിമീങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊന്നും ഇതിന് നബിദിനാഘോഷം ശരിയാണ് എന്നറിയിക്കുന്ന യാതൊരു രേഖയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നത് ഇവിടെ പല ആവർത്തി വിശദീകരിക്കപ്പെട്ടു. ഇവിടെ നമ്മൾ പലപ്പോഴും നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാർ, ധാരാളം പണ്ഡിതന്മാരുണ്ട്. അതിൽ പ്രധാനിയാണ് മഹാനായ ഇമാം ഫാക്കിഹാനി റഹിമഹുല്ല. ഇമാം ഫാക്കിഹാനി റഹിമഹുല്ല ഇതിനെ കണിശമായി എതിർക്കുകയും നിഷേധിക്കുകയും ഈ ഒരു കർമ്മം തെറ്റാണ് എന്ന് വളരെ ശക്തമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ് ഇമാം ഫാക്കിഹാനി റഹിമഹുല്ല. ആ ഫാക്കിഹാനി റഹിമഹുല്ലയുടെ വാചകം പലപ്പോഴായി നമ്മളൊക്കെയും എടുത്ത് ഉദ്ധരിക്കുകയും ഇത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അദ്ദേഹം പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നത്തിൻ വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മത്തിൽ ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ. ദീനിൽ മാതൃകായോഗ്യരായ പണ്ഡിതന്മാരിൽ നിന്നോ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ യാതൊരു അടിസ്ഥാനവും ഇതിന് കാണുകയില്ല. മതനിഷ്ഠയുള്ള പണ്ഡിതന്മാരാരും ഇത് ചെയ്തിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, അത് അനാചാരമാണ്. അഹ്ദസഹൽ ബത്താലൂൻ, ഇത് ദീൻ ബാത്തിലാക്കാൻ ഇറങ്ങിയ ബാത്തിലിന്റെ ആളുകളാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. വശഹുവത്തു നഫ്സിൻ ഇഅ്തനാ ബിഹൽ ലക്കാലൂൻ, ദേഹേച്ഛക്കാരും തീറ്റക്കൊതിയന്മാരുമാണ് ഇങ്ങനൊരു ആചാരം ഉണ്ടാക്കിയത് എന്ന് ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലയുടെ ഗ്രന്ഥത്തിൽ നിന്നും നമ്മൾ വായിക്കാറുണ്ട്. പക്ഷെ അതിന് മറുപടിയായി പല ആളുകളും ഇമാം ഫാക്കിഹാനി റഹിമഹുല്ല പറഞ്ഞതിന് ഇമാം സുയൂത്തി റഹിമഹുല്ല മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഹാവിൽ ഫത്താവ എടുത്തു കാണിക്കാറുമുണ്ട്. പലപ്പോഴും ഇത് കോട്ട് ചെയ്യുന്ന സമയത്ത് ഇമാം സുയൂത്തി റഹിമഹുല്ല ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലയുടെ വാചകം മുഴുവനായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് ശ്രദ്ധേയം ഇവിടെ കാണാൻ സാധിക്കും. പലപ്പോഴും ഇമാം ഫാക്കിഹാനി റഹിമഹുല്ല പറയുന്നൊരു വാചകം അത് ഹാവിൽ ഫത്താവയിൽ മുഴുവനായി ഉള്ളതുകൊണ്ട് ഇമാം സുയൂത്തി ഹാവിൽ ഫത്താവയിലേക്ക് ചേർത്തിക്കൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പക്ഷേ വന്നിട്ടുണ്ടായേക്കാം.
അത് ബോധപൂർവമായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇമാം സുയൂത്തി റഹിമഹുല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലയാണ്. അദ്ദേഹം അതിനെ കണിശമായി അത് നിരോധിച്ചിട്ടുണ്ട്, അത് എതിർത്തിട്ടുണ്ട്. അദ്ദേഹം ആധികാരികമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അതിനെ എതിർത്തിട്ടുള്ളത്. കാരണം ഇസ്ലാമിലേക്ക് ഒരു ആരാധന, ഒരു ആചാരം, ഒരു വിശ്വാസം കൊണ്ടുവരണമെങ്കിൽ അതിന് വിശുദ്ധ ഖുർആനിന്റെ അകമ്പടിയുടെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ പ്രവാചകന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ചര്യയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇസ്ലാമിലേക്ക് ഒരു ആചാരം കൊണ്ടുവരാൻ സാധിക്കുക. ഇതിന് യാതൊരു തെളിവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് ഇമാം ഫാക്കിഹാനി മാത്രമല്ല ധാരാളം പണ്ഡിതന്മാർ ഇത് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം സുയൂത്തി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ, ഇമാം ഷൗക്കാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ റിസാലയിൽ തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ നബിദിനാഘോഷം എതിർത്തിട്ടുണ്ട്. എന്നാൽ ഇമാം സുയൂത്തി റഹിമഹുല്ല അതിന് മറുപടി പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാചകം കൊണ്ടുവന്നത് കൂട്ടത്തിൽ ഈ വാചകം മുഴുവനായി കൊണ്ടുവന്നപ്പോൾ ഒരുപക്ഷെ പലയിടത്തും തെറ്റിദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ടായേക്കാം. ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള വാചകമായിരിക്കും എന്ന് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ആ വാചകം പറഞ്ഞത് ഇമാം ഫാക്കിഹാനി റഹിമഹുല്ല തന്നെയാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നൗഫൽ, ഫോട്ടോ ചെയ്യുന്നതാണ് വന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: നബിദിനാഘോഷത്തോടനുബന്ധിച്ച് പള്ളികൾ അലങ്കരിക്കുന്നതിനെ കുറിച്ച് സൂറത്തുൽ അഹ്റാഫിൽ 31-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പള്ളികൾ അലങ്കരിക്കുന്ന കാര്യം സൂറത്തുൽ അഹ്റാഫ് 31-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. ഒരിക്കലും അങ്ങനെ സൂറത്തുൽ അഹ്റാഫിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഏറ്റവും വലിയ തെളിവ് അതായിരിക്കുമല്ലോ. മാത്രവുമല്ല, ആ ആയത്ത് ഇറങ്ങിയത് പ്രവാചകർക്കാണ്. നബിയിൽ നിന്ന് ആ ആയത്ത് ആദ്യമായി കേട്ട സ്വഹാബിമാരാണ്. അപ്പൊ അവരൊക്കെ സ്വാഭാവികമായും അങ്ങനെ ഒരു ആചാരം ആചരിക്കുകയും ചെയ്യും. അതേസമയം എന്താണ് ആയത്ത്? യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്ന വചനമാണ്. ആദം സന്തതികളെ, നിങ്ങൾ എല്ലാ പള്ളിയുടെയും സമീപത്ത് നിങ്ങളുടെ അലങ്കാരം നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ ഭക്ഷിക്കുക, കുടിക്കുക, അതിര് വിടാൻ പാടില്ല. അതിര് വിടുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുക ഇല്ല. ഇതാണ് വചനം. എല്ലാ പള്ളിയുടെയും സമീപത്ത് നിങ്ങൾ അലങ്കാരം സ്വീകരിക്കുക എന്ന് ആയത്തിലുണ്ട്. അത് റബീഉൽ അവ്വൽ മാസം എന്നുള്ളതല്ല, വർഷം മുഴുവനും എപ്പോൾ പള്ളിയിൽ പോകുമ്പോഴും പാലിക്കേണ്ട ഒരു മര്യാദയാണ്. അവിടെ അലങ്കാരം എന്ന് ഉദ്ദേശിച്ചത് വസ്ത്രം എന്ന അർത്ഥത്തിലുമാണ്. ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലമുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ഹാദിഹിൽ ആയത്തുൽ കരീമ റദ്ദുൻ അലൽ മുശ്രിക്കീൻ. ഈ ആയത്ത് മുശ്രിക്കീങ്ങൾക്കുള്ള ഖണ്ഡനമാണ്. കാരണം ഫീമാ കാനൂ യഅ്തമിദൂനഹു മിനത് തവാഫ് ബിൽ ബൈത്തി ഉറാത്തൻ. മുശ്രിക്കീങ്ങൾ വസ്ത്രം ധരിക്കാതെയാണ് കഅബയെ പ്രദക്ഷിണം ചെയ്യാറുള്ളത്, തവാഫ് ചെയ്യാറുള്ളത്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ മക്കയിലെ ബഹുദൈവ ആരാധകന്മാർ പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ, പ്രദക്ഷിണം ചെയ്യുമ്പോൾ നഗ്നരായിക്കൊണ്ട് അവർ തവാഫ് ചെയ്യാറുണ്ട്. അവരുടെ ന്യായം, നമ്മുടെ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരുപാട് വേണ്ടാവൃത്തികൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തെറ്റുകളെല്ലാം ചെയ്യുമ്പോൾ ധരിച്ച വസ്ത്രം, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് തവാഫ് ചെയ്താൽ ആ തവാഫ് സ്വീകരിക്കപ്പെടുകയില്ല. എന്നാൽ അങ്ങനെയൊന്നും അല്ലാത്ത നല്ല വസ്ത്രം ധരിക്കാൻ അവരുടെ കൈവശം ഇല്ലതാനും. അതിനാൽ അവർ ചെയ്യുന്ന പണി, അവർ വിവസ്ത്രരായി നഗ്നരായി തവാഫ് ചെയ്യുമായിരുന്നു എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അത് വിശദീകരിക്കുന്നുണ്ട്. കാനു യതൂഫൂന ബിൽ ബൈത്തി ഉറാത്തൻ. അവർ നഗ്നരായി കഅബയെ തവാഫ് ചെയ്യുമായിരുന്നു. അർരിജാലു വന്നിസാ, അർരിജാലു ബിന്നഹാർ വന്നിസാഉ ബില്ലൈൽ. പുരുഷന്മാർ പകലും സ്ത്രീകൾ രാത്രിയും എന്ന നിലക്ക് അവർ ഊഴം നിശ്ചയിച്ചിരുന്നു. എല്ലാവരും നഗ്നരായി കൊണ്ടുവരും. കാരണം തെറ്റുകൾ ചെയ്യുമ്പോൾ ധരിക്കാത്ത വസ്ത്രം അവരുടെ കയ്യിലില്ല. അവർക്കുള്ള വസ്ത്രങ്ങളൊക്കെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട്
മോഷണം നടത്തിയവരാണ്, ആളുകൾ ആക്രമിച്ചതാണ്, വേണ്ടാവൃത്തികൾ ചെയ്തതാണ്, എല്ലാ തോന്നിവാസങ്ങളും ചെയ്തതാണ്. അതുകൊണ്ട് അത്തരം വസ്ത്രമുടുത്ത് തവാഫ് ചെയ്യാൻ വന്നാൽ ആ തവാഫ് ശരിയാവൂല. അല്ലാത്ത വസ്ത്രം ഉടുക്കാനുണ്ടോ? ഇല്ലതാനും. അപ്പൊ എന്ത് ചെയ്യും? അവർ തീരുമാനിച്ചു, എന്നാ പിന്നെ വസ്ത്രം വേണ്ട. ഇവിടെ നാട്ടുകാർ മൊത്തം നഗ്നരായി തവാഫ് ചെയ്യാൻ വരണമെങ്കിൽ എത്രമാത്രം ഈ ഖിലാസ് അവർക്ക് ഉണ്ടാവും ആലോചിക്കാൻ. പുരുഷന്മാർ പകല്, സ്ത്രീകൾ രാത്രി. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല ആയത്തിറക്കിയത്. യാ ബനി ആദമ, ആദം സന്തതികളെ, ഖുദൂ സീനതക്കും, നിങ്ങൾ വസ്ത്രം സ്വീകരിക്കണം. ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ പള്ളിയുടെയും സമീപത്ത് നിങ്ങൾ അലങ്കാരമാകുന്ന വസ്ത്രം നിങ്ങൾ സ്വീകരിക്കണം. നഗ്നരായി വരാൻ പാടില്ല. പള്ളിക്ക് വരുമ്പോൾ നഗ്നരായി വരാൻ പാടില്ല. മാന്യമായ വേഷം ധരിച്ചുകൊണ്ട് വേണം വരാൻ എന്നാണ് ഈ ആയത്ത്. അല്ലാതെ ആ ആയത്ത് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടതോ ആഘോഷവുമായി ബന്ധപ്പെട്ടതോ ഒന്നുമല്ല. പള്ളിയുമായി ബന്ധപ്പെട്ട മര്യാദ, പള്ളിയിൽ വരുമ്പോൾ മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ടേ വരാവൂ. നബി തങ്ങൾ വിശദീകരിച്ചു പഠിപ്പിച്ചു. മാന്യമായ വസ്ത്രമാകണം, വൃത്തിയുള്ള വസ്ത്രമാകണം. ജുമുഅക്ക് വരികയാണെങ്കിൽ സുഗന്ധം ഉപയോഗിക്കണം, എണ്ണ തേക്കണം, മുടി ചീകണം തുടങ്ങിയ മര്യാദകൾ ജുമുഅയുമായി ബന്ധപ്പെട്ട് ധാരാളമായി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നബി തങ്ങൾ പറഞ്ഞു, ഉള്ളി ഭക്ഷിച്ചാൽ പോലും പള്ളിയുടെ സമീപത്തേക്ക് വരാൻ പാടില്ല. ഉള്ളി ഭക്ഷിക്കൽ അനുവദനീയമാണ്, ഹലാലാണ്. പക്ഷേ അത് ഭക്ഷിച്ചാൽ പോലും ദുർഗന്ധമുണ്ടാകും. ആ ദുർഗന്ധത്തോടു കൂടി പള്ളിക്ക് വരാൻ പാടില്ല. ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. മനുഷ്യർക്ക് എന്തുകൊണ്ടെല്ലാം വിഷമമുണ്ടാകുമോ അതുകൊണ്ടൊക്കെ മലക്കുകൾക്കും പ്രയാസമുണ്ടാകും. അത് പള്ളിയിൽ മലക്കളുണ്ട്. ആ മലക്കളെ പ്രയാസപ്പെടുത്തുന്ന വാസനയുമായി നിങ്ങൾ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് പ്രവാചകൻ പ്രത്യേകമായി പഠിപ്പിച്ചു. മാന്യമായ വേഷം സ്വീകരിക്കാൻ പറഞ്ഞു. ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ചിലരൊക്കെ പള്ളിയിൽ വരുമ്പോൾ ഉള്ളിയുടെ സ്മെല്ല് അവിടെ നിന്ന് അനുഭവപ്പെട്ടപ്പോൾ ഉമർ ഖത്താബ് മിമ്പറിൽ നിന്ന് പറഞ്ഞു, ചില ആളുകൾ ഉള്ളി ഭക്ഷിച്ചുകൊണ്ട് ആ നാറ്റത്തോടു കൂടി പള്ളിയിലേക്ക് വല്ലായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ കഴിക്കുകയാണ് എങ്കിൽ വേവിച്ചുകൊണ്ട് കഴിക്കട്ടെ, സ്മെല്ലില്ലാതാക്കിയിട്ട് കഴിക്കട്ടെ. അല്ലാതെ പച്ചക്ക് തിന്ന് ആ സ്മെല്ലോട് കൂടി പള്ളിയിലേക്ക് വരരുത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഹ്വാനം ചെയ്തതും കാണാൻ കഴിയും. അപ്പൊ ഇതാണ് ആയത്തിന്റെ പശ്ചാത്തലം. അല്ലാതെ നബിദിനം ആഘോഷിക്കുക, റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പള്ളി അലങ്കരിക്കണം എന്നൊരു ആയത്ത് ഇവിടെയും ഇല്ല. ഈ ആയത്തിലും പള്ളി അലങ്കരിക്കാനല്ല, പള്ളിക്ക് പോകുമ്പോൾ നമ്മൾ അലങ്കാരമാകുന്ന മാന്യമായ വേഷം സ്വീകരിച്ചുകൊണ്ട് പോകണം എന്നാണ് ഈ ആയത്തിലുള്ളത്. വല്ലാഹു അഅലം. ഓൺലൈനിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതും ഏത് ദിവസമാണെന്ന് അറിയില്ല എങ്കിലും ഒരു തിങ്കളാഴ്ചയാണെന്നറിയാം. മരിച്ചത് റബീഉൽ അവ്വൽ 12 നമുക്കറിയാം. അപ്പോൾ ഒരു മുസ്ലിം എന്ന രീതിയിൽ റബീഉൽ അവ്വൽ 12 എന്ന് വരുന്ന ഒരു ദിവസം വരുമ്പോൾ ഒരു മുസ്ലിം എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഒരു സഹോദരൻ ഓൺലൈൻ ശ്രോതാവാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രമാണങ്ങൾ ഉൾപ്പെടെ മറുപടി പറയുക പ്രമാണങ്ങളുടെ ഇതോട് മറുപടി പറയുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ എനിക്ക് എൻ്റെ സൈഡിൽ നിന്നൊരു ചോദ്യം ചോദിക്കാനുള്ള, ഞാൻ ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിലൊരു സിംസാറുൽ ഹക്ക് ഹുദവിയുടെ ഒരു ഇത് കേട്ടു, ഒരു പ്രഭാഷണം കേട്ടു. അതിൽ അദ്ദേഹം പറയുന്നത് നബിദിനം എന്ന് പറയുന്നത്, അദ്ദേഹം അതിൻ്റെ തെളിവെടുക്കുന്നത് ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, ഇത് നല്ല ബിദ്അത്തും ചീത്ത ബിദ്അത്തുമുണ്ട്, അതിൽ നല്ല ബിദ്അത്താണ് നബിദിനം, അതുകൊണ്ട് നബിദിനം ആഘോഷിക്കാം എന്നൊരു തെളിവ് അദ്ദേഹം പറയുന്നുണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് ഇൻഷാല്ലാ ആൻസർ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരൻ ഇവിടെ ചോദിച്ചത് നബിദിനം, നബി ജനിച്ച ദിവസം ഏതാണ് എന്ന് അറിയുകയില്ല, വ്യക്തമല്ല, അഭിപ്രായ ഭിന്നതകളുണ്ട്. എന്നാൽ നബി വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 12 എന്നും അറിയാം. എങ്കിൽ ഈ ദിവസം എന്താണ് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നതാണ്. വാസ്തവത്തിൽ ഇവിടെ വിശദീകരിച്ച സന്ദർഭങ്ങളിലെല്ലാം ഉസ്താദുമാർ സൂചിപ്പിച്ചതാണ്
ഇസ്ലാമിൽ ഒരു ഇബാദത്ത് സ്ഥിരപ്പെടണമെങ്കിൽ, ഒരു ആരാധന ചെയ്യണമെങ്കിൽ അതിനാണ് തെളിവ് വരേണ്ടത്. അത് അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇസ്ലാമിൽ ഒരു ഇബാദത്ത്, ഒരു ആരാധന അല്ലെങ്കിൽ ഏതെങ്കിലും കർമ്മങ്ങൾ അത് ഒരു മനുഷ്യൻ ചെയ്യണമെങ്കിൽ അതിനടിസ്ഥാനപരമായി കൊണ്ട് ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ടു വരണം. അതല്ലാത്ത കാലത്തോളം അത് ചെയ്യൽ ഹറാമാണ് എന്നതാണ് അതിന്റെ ഹുക്മ. എന്നാൽ മറ്റു ചില പ്രവർത്തനങ്ങൾ, നമ്മുടെ മുആമലത്തുകൾ, നമ്മുടെ മറ്റു ചില കർമ്മങ്ങൾ, മറ്റു ചില ഇടപാടുകൾ, മുആമലത്തുകൾ അതെല്ലാം അനുവദനീയമാണ്. അത് അനുവദനീയമല്ലാതെ വരുന്നത് ഹറാമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയണം, അല്ലെങ്കിൽ ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം. ഇങ്ങനെ ഇബാദത്തിന്റെ വിഷയത്തിൽ അത് സ്ഥിരപ്പെട്ട ഹദീസുകളോ ഖുർആനിന്റെ ആയത്തുകളോ ഉണ്ടാകണം, എങ്കിലേ അത് അനുവദനീയമാവുകയുള്ളൂ. എന്നാൽ മുആമലത്തിന്റെ മറ്റു വിഷയങ്ങളിൽ അത് അനുവദനീയമാണ്, എന്നാൽ അത് അനുവദനീയമല്ലാത്ത അവസ്ഥ വരുന്നത് ഖുർആനോ സുന്നത്തോ സ്ഥിരപ്പെട്ടു വരണം. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം ദിവസങ്ങളിൽ പ്രത്യേകമായി ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഒരു മുസ്ലിം എന്ന നിലക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലോ വിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കാണുന്ന ഒരു ഇബാദത്തുകളും അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരു ചര്യകളും കാണാൻ സാധിക്കുകയില്ല. മറിച്ച് നേരത്തെ ഉസ്താദ് ഫൈസൽ മൗലവി ഹഫിളഹുല്ല ഇവിടെ വിശദീകരിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് പറഞ്ഞ ദിവസം സ്ഥിരപ്പെട്ടു വന്നത് തിങ്കളാഴ്ച ദിവസമാണ്. ആ ദിവസത്തിൽ നോമ്പെടുക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കൽ അത് അവന് സുന്നത്തായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സുന്നത്ത് നമുക്ക് എടുക്കാം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്. വിഷയാവതരണത്തിലും ഷാഫി സബാഹി അവർകൾ ഇവിടെ സൂചിപ്പിച്ചു, റബിയുൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസമാണ് വരുന്നത് എങ്കിൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ എന്താണ് ചെയ്യുക? അന്ന് ബിരിയാണി വെച്ച് വിളമ്പുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷങ്ങളും മിഠായി വിതരണങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങളിൽ ഏർപ്പെടുന്നു. പക്ഷേ ഒരു മുസ്ലിം എന്ന നിലക്ക്, ഈ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് ഉത്തരം എന്ന നിലക്ക് പറയാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ച ദിവസം ജനിച്ചു എന്ന് മാത്രമേ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളൂ. അതിന് ഇന്ന ദിവസമെന്നില്ല, ഇന്ന മാസമെന്നില്ല. മറിച്ച് തിങ്കളാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. ആ ദിവസത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, അതും നോമ്പ് അനുഷ്ഠിക്കുവാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ചിലർ അത് നല്ലതല്ലേ, ഇപ്പോ സംസാറു ഹഖ് ഹുദവിയുടെ പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം കേട്ടു, അതിൽ നിന്ന് മനസ്സിലാക്കി അദ്ദേഹം പറയുന്നു ഷാഫി മദ്ഹബിലൊക്കെ അത് നല്ലതല്ലേ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചു. അതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല, മറിച്ച് ഇമാം മാലിക് റഹിമഹുല്ല, അദ്ദേഹം ദാറുൽ ഹിജ്റ എന്ന് അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ്, മദ്ഹബിന്റെ ഇമാമായി അറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം മാലിക് റഹിമഹുല്ല. അദ്ദേഹം പറയുന്നുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല. അദ്ദേഹം പറയുന്നു, ഒരു മനുഷ്യൻ ഇസ്ലാമിൽ ഒരു പുതിയതായ ഒരു കാര്യം കൊണ്ടുവരികയും അത് യറാഹ ഹസന നല്ലതല്ലേ എന്ന് കാണുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ വാദിക്കുന്നത് ഫഖദ് ഖാന റിസാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ, റിസാലത്ത് എന്ന ദൗത്യത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു. പ്രവാചകൻ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം നമ്മിൽ നിന്ന് മറച്ചു വച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എന്ന് പ്രവാചകന്റെ മേൽ ആരോപണം ഉന്നയിക്കുകയാണ് എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല ഇത്തരം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം പിന്നെ നല്ലതല്ലേ, അത് ചക്കരയല്ലേ, അല്ലെങ്കിൽ നല്ല ബിദ്അത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കടത്തിക്കൂട്ടേണ്ടതില്ല. ബിദ്അത്ത് കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ നിൽക്കാനാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. വല്ലാഹു ആലം. ചോദ്യകർത്താവ് മറ്റൊരു ചോദ്യം കൂടി ഇതിനോടൊപ്പം ഉന്നയിച്ചിരുന്നു. ഇമാം ഷാഫിഈ റഹിമഹുല്ല ബിദ്അത്ത് 2 തരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിദ്അത്തുൻ ഹസന എന്നും
അതുപോലെ തന്നെ ബിദ്അത്തു സയ്യിഅ എന്ന്. ഇങ്ങനെ 2 തരം ബിദ്അത്തുകൾ ഉണ്ടെന്ന് ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ബിദ്അത്തുകളും വലാലത്താണെന്ന് മറുവശത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ഈ വാചകത്തെ എടുത്തുകൊണ്ട് പൊതുവെ ഇന്ന് കാണുന്ന സകല അനാചാരങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കോലത്തിലുള്ള നല്ല ബിദ്അത്തിൽപ്പെട്ടതാണ് എന്ന രീതിയിലുള്ള ന്യായീകരണങ്ങൾ വ്യാപകമായി നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2-3 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ഈ വാചകം തെളിവായി ഉദ്ധരിക്കുമ്പോൾ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പറഞ്ഞ ഇമാം ഷാഫിഈ റഹിമഹുള്ള ഒരിക്കൽ പോലും അതിന് ഉദാഹരണമായിട്ട്, നല്ല ബിദ്അത്തിന് ഉദാഹരണമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനദിനം ആഘോഷിക്കൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഇമാം ഷാഫിഈ റഹിമഹുള്ള ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, ഇത് പറഞ്ഞ ഇമാം ഷാഫിഈ റഹിമഹുള്ള, അതായത് ബിദ്അത്ത് 2 തരമുണ്ടെന്ന് പഠിപ്പിച്ച ഇമാം ഷാഫിഈ റഹിമഹുള്ള ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചില്ല. ഇത് രണ്ടും തന്നെ അറിയിക്കുന്നത് ഇമാം ഷാഫിഈ റഹിമഹുള്ള ഉദ്ദേശിച്ച ഉദ്ദേശമല്ല ഇന്ന് നമ്മുടെ നാട്ടുകാരായ മൗലവിമാരായ ആളുകൾ ഈ അനാചാരങ്ങൾ വ്യാഖ്യാനിക്കാനും ദുർവ്യാഖ്യാനിക്കാനും ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ബിദ്അത്ത് 2 തരമുണ്ടെന്നുള്ള വാചകത്തെക്കുറിച്ച് ജാമിഉൽ ഉലൂമി വൽ ഹികം എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള, പ്രാമാണിക ഹംബലി മദ്ഹബിലെ പ്രശസ്തനായ പണ്ഡിതൻ, അദ്ദേഹം ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ഈ വാചകത്തെ മുറാദു ഷാഫിഈ റഹിമഹുള്ള, അതായത് ഇമാം ഷാഫിഈ റഹിമഹുള്ള ബിദ്അത്ത് 2 തരമുണ്ടെന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുകയാണ്, മുറാദു ഷാഫിഈ റഹിമഹുള്ള അന്നൽ ബിദ്അത്തൽ മദ്മൂബ മാ ലൈസ ലഹാ അസ്ലുൻ മിനശ് ശരീഅത്തി യുർജഉ ഇലൈഹി. ദീനിൽ മദ്മൂമായ ബിദ്അത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ ലൈസ ലഹാ അസ്ലുൻ മിനശ് ശരീഅത്തി, ശരീഅത്തിൽ മതത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ബിദ്അത്തിനെയാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള മദ്മൂമായ ബിദ്അത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹിയൽ ബിദ്അത്തു ഫിൽ ഇത്ലാഖി ശർഈ, ശർഈന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. വഅമ്മൽ ബിദ്അത്തുൽ മഹ്മൂദ, നല്ല ബിദ്അത്ത് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുള്ള ഉദ്ദേശിച്ചത് ഫമാ വാഫഖ സുന്ന, സുന്നത്തിനോട് യോജിച്ചതിനെയാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള നല്ല ബിദ്അത്ത് എന്ന് ഉദ്ദേശിച്ചത്. യാനി മാ കാന ലഹാ അസ്ലുൻ മിനസ് സുന്നത്തി, സുന്നത്തിൽ അടിസ്ഥാനമുള്ളതായ ബിദ്അത്ത്, യുർജഉ ഇലൈഹി, അതിലേക്ക് മടക്കപ്പെടുന്നത്. ശേഷം അദ്ദേഹം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുകയാണ്, വഇന്നമാ ഹിയ ബിദ്അത്തുൻ ലുഗതൻ ലാ ശർഅൻ, ഭാഷാപരമായിട്ടുള്ള ബിദ്അത്താണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള നല്ല ബിദ്അത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള വ്യക്തമാക്കി പഠിപ്പിച്ചതാണ്. ഇവിടെ നിന്ന് നമുക്ക് വമ്പിച്ച പാഠങ്ങളുണ്ട് സഹോദരന്മാരെ. ഒന്നാമതായി സൂചിപ്പിച്ചത്, ഇത് മനസ്സിലാക്കിയ ഇമാം ഷാഫിഈ റഹിമഹുള്ള 2 ബിദ്അത്ത് ഉണ്ടെന്ന് പഠിപ്പിച്ച ഇമാം ഷാഫിഈ റഹിമഹുള്ള ഒരിക്കൽ പോലും ഈ നബിദിനം ആഘോഷിച്ചില്ല. രണ്ടാമതായി ഇത് പഠിപ്പിച്ച ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹം നല്ല ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ ഒരിക്കൽ പോലും ഈ നബിദിനം ആഘോഷത്തെ എണ്ണിയില്ല. അതേപോലെ തന്നെ ഇമാം ഷാഫിഈ റഹിമഹുള്ള ഉദ്ദേശിച്ചത് ഭാഷാപരമായിട്ടുള്ള ഒരു ബിദ്അത്ത്, അതായത് ഇന്ന് നമ്മൾ ഭൗതികപരമായിട്ടുള്ള പല സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തും, പലതരം സൗകര്യങ്ങൾ ഇന്നിപ്പോ ഉപയോഗത്തിന് ഈ സ്ക്രീന് പോലും ഒരു പുതിയ സൗകര്യമാണ്. ഈ ഒരു സൗകര്യത്തെ ബിദ്അത്ത് എന്ന് ഭാഷാപരമായിട്ട് പറയാം. ആ ഒരു ഉദ്ദേശം മാത്രമാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള ഈ ഹംബലി മദ്ഹബിലെ അടിസ്ഥാനപരമായിട്ട് അവലംബിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക. ആദാ വല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നിയൊരു പോയിന്റ് സുഹൃത്ത് ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ജനിച്ചത് എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് അദ്ദേഹം ഒരു സൂചന ആ ചോദ്യകർത്താവ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്നു. ഇത് പണ്ഡിതന്മാർ ചരിത്രകാരന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതാണ്. അൽ മവാഹിബുൽ ലദുനിയ
എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഖസ്തലാനി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ജനിച്ചത് എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. എത്രത്തോളമുണ്ട്? വഖദ് ഉഖ്തുലിഫ ഫീ ആമി വിലാദത്തിഹി, പ്രവാചകൻ ഏതു വർഷത്തിലാണ് ജനിച്ചത് എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ട്. ആമുൽ ഫീൽ, ആനക്കലഹ വർഷം നടന്ന വർഷത്തിലാണ്, അതല്ല മറ്റു വർഷങ്ങളിലാണ് എന്ന അഭിപ്രായ ഭിന്നതകൾ ചരിത്രത്തിലുണ്ട്. വഖ്തുലിഫ അയ്ളൻ ഫി ശഹ്രിൽ ലദീ ഉലിദ ഫീഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. അദ്ദേഹം ധാരാളം അഭിപ്രായങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. റബീഉൽ അവ്വൽ എന്നത് ഒരു അഭിപ്രായമാണ്, സഫർ മാസത്തിലാണ്, റബീഉൽ ആഖിറിലാണ്, റജബിലാണ്, റമളാൻ മാസത്തിലാണ് എന്നിങ്ങനെ ധാരാളം അഭിപ്രായമുണ്ട്. അദ്ദേഹം അതിന് ശേഷം പറയുന്നു, വഖദാ ഉഖ്തുലിഫ അയ്ളൻ ഫി അയ്യി യൗമിൻ മിനശ്ശഹ്രി, ഇനി ഈ വർഷത്തിലെ ഏതു മാസത്തിലാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതുപോലെ തന്നെ പ്രവാചകൻ ഏതു തീയതിയിലാണ് ജനിച്ചത് എന്ന വിഷയത്തിലും അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഇത് ഇദ്ദേഹം മാത്രമല്ല, ചരിത്രകാരന്മാരൊക്കെയും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു വാചകമാണ്. ഞാനൊരു പോയിന്റ് ഇവിടെ കൊണ്ടുവരാൻ കാരണം, ഇങ്ങനെ അഭിപ്രായ ഭിന്നത ചരിത്രത്തിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ലോകത്ത് കഴിഞ്ഞുപോയ ചരിത്രകാരന്മാരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ജനിച്ചത് എന്നത് കൃത്യമായി പറയാൻ കഴിയാത്ത വിധം ധാരാളം അഭിപ്രായങ്ങൾ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. നബിദിനാഘോഷം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എങ്കിൽ, ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചരിച്ച ഒരു ആചാരമാണ് എങ്കിൽ, പിന്നീട് സ്വഹാബത്ത് കടമെടുത്ത് താബിഈങ്ങളിലൂടെ തബഉ താബിഈങ്ങളിലൂടെ കൈമാറിപ്പോകുന്ന ഒരു ആചാരമാണ് ഇത് എങ്കിൽ, പ്രവാചകൻ എന്നു ജനിച്ചു എന്ന വിഷയത്തിൽ ചരിത്രത്തിൽ ഒരിക്കലും അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇത്രത്തോളം ആളുകൾ ഇത് ചെയ്തു പോകുന്ന ഒരു ആചാരമാണെങ്കിൽ ഒരിക്കലും പ്രവാചകൻ എന്ന് ജനിച്ചു എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയില്ല. അങ്ങനെ അഭിപ്രായ ഭിന്നത ഉണ്ട് എങ്കിൽ ലോകത്ത് ഇതാരും ആചരിച്ചിട്ടില്ല. ഇതൊരുപാട് കാലത്തിന് ശേഷം കടന്നു വന്നതാണ്. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എന്റെ സമുദായമാണ് ഏറ്റവും നല്ല സമുദായം എന്ന് സ്വഹാബത്തിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. പിന്നീട് താബിഈങ്ങളാണ് ഏറ്റവും നല്ല സമുദായം, പിന്നീട് തബഉ താബിഈങ്ങളാണ് ഏറ്റവും നല്ല സമുദായം എന്നിങ്ങനെ പ്രവാചകൻ എടുത്തു പറഞ്ഞ 3 തലമുറയിലും ഈ ഒരു ആചാരം കടന്നു വന്നിട്ടില്ല എന്ന് ചരിത്രപരമായി നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിന്റെ ഏറ്റവും നല്ലൊരു തെളിവ് കൂടിയാണ് പ്രവാചകൻ ജനിച്ചത് എന്നാണ് എന്ന് തെളിയിക്കപ്പെടാതെ പോകുന്നത് എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, നബിദിനത്തിന് വല്ലതും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടോ? അതിന് നമ്മൾ ഇവിടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു. നബിദിനത്തിന് വല്ലതും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടായിരുന്നു എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നബി ജനിച്ചത് എന്നത് ഒരു ഏകാഭിപ്രായം ആ വിഷയത്തിൽ വരണമായിരുന്നു. ആ ഒരു ഏകാഭിപ്രായം വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ശരീഅത്തിൽ അങ്ങനൊരു ആഘോഷം നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നടത്തേണ്ട ഒരു ദിവസമായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത ആ വിഷയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ റഊഫ് അൽ ഹികമി പ്രത്യേകം എടുത്തു പറഞ്ഞൊരു ഭാഗം, ഇബാദത്തുകൾ ചെയ്യണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ദലീലുകൾ സ്ഥിരപ്പെട്ടു വരണം, മതത്തിൽ ദലീലുകൾ സ്ഥിരപ്പെട്ടു വരണം. നബിക്ക് പോലും ചെയ്യാൻ പറ്റില്ല, നബിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. അള്ളാഹു എന്തു പറഞ്ഞുവോ അത് എത്തിച്ചു തരുന്ന ജോലി മാത്രമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇബാദത്ത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വിശുദ്ധ ഖുർആനിൽ അതല്ലെങ്കിൽ തിരുസുന്നത്തിലൊക്കെ കൃത്യമായി കാര്യങ്ങൾ സ്ഥിരപ്പെട്ട് വരേണ്ടതുണ്ട്. രണ്ടാമത്തത്, എന്താണ് ബിദഅത്തുൻ ഹസന, എന്താണ് ബിദഅത്തുൻ സയ്യിഅ? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നും, അതേ സമയത്ത് നാട്ടിലെ മുസ്ലിയാക്കന്മാർ ആ ബിദഅത്തുൻ ഹസനയുടെ പേര് വെച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിദഅത്തുൻ ഹസന എന്ന് പറഞ്ഞ് മതത്തിലേക്ക് എന്തും കൊണ്ടുവരാന്നുള്ളതല്ല, എന്തും കൊണ്ടുവരാന്നുള്ളതല്ല. ബിദഅത്തുൻ ഹസന എന്നത് ഭാഷാ പ്രയോഗമായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ കണ്ടിട്ടുള്ളത് തന്നെ. കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തും ദലാലത്താണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ അതിനെതിരിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഒന്നും പറയില്ല. അത് ഉറപ്പാണ്. നബി ദലാലത്താണെന്ന് പറഞ്ഞൊരു കാര്യം പിന്നെ അല്ല, ദലാലത്തല്ല, അതിന്റെ കൂട്ടത്തിൽ ഒരു ഹസനത്തുണ്ട് എന്ന് ഒരിക്കലും തന്നെ പറയുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ത് എന്നത് മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലയുടെ ഉദ്ധരണി എടുത്തുകൊണ്ട് നിഹാദ് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് മുസ്താഖ് അൽ ഹിക്കമി ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അത് നമ്മളതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
മതത്തിൽ എന്തും കൊണ്ടുവരാം, അതൊക്കെ ബിദഅത്തുൻ ഹസനയാണ്, ബിദഅത്തുൻ ഹസനയാണ്, ബിദഅത്തുൻ ഹസനയാണെന്ന് പറഞ്ഞ് ചെയ്യുക എന്നതല്ല. അവിടെയാണ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അതിലേക്കാണ് മടങ്ങുന്നത്. അഥവാ ഖുർആന്റെ ക്രോഡീകരണം ബിദഅത്തുൻ ഹസനയാണ്, കാരണം അതിന് മുൻമാതൃകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹദീസിന്റെ ക്രോഡീകരണം അത് ബിദഅത്തുൻ ഹസനയാണ് ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ, കാരണം അതിന് മുൻമാതൃകയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പണ്ഡിതന്മാർ ബിദഅത്തുൻ ഹസന എന്ന് പറഞ്ഞത്, അല്ലാതെ നബിക്ക് പരിചയമില്ലാത്ത സഹാബിമാർക്ക് പരിചയമില്ലാത്ത ഒന്നുമല്ല. ഒരു കാര്യം കൂടി ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾക്ക് സന്തോഷം ഉണ്ടായ ദിവസമാണ് മക്കം ഫത്ഹ്. അതെന്താന്നുള്ളത് കൃത്യമാണ്. ആ മക്കം ഫത്ഹിന്റെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നാട്ടിൽ നിന്ന്, അതും താൻ ജനിച്ചു വളർന്ന ഒരിക്കലും പുറത്താക്കപ്പെടുകയില്ല എന്ന് വിശ്വസിച്ച നാട്ടിൽ നിന്നാണ് നബിനെ പുറത്താക്കുന്നത്. ആ നാട്ടിലേക്ക് തിരിച്ചു വരികയും നാടിന്റെ അധികാരം മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുകയും ചെയ്തിട്ട് എന്നൊരു കൊല്ലം കൂടുന്ന നേരത്തെ ആ ഒരു മക്കം ഫത്ഹിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്തോഷ പ്രകടനം അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നില്ല. ആലോചിച്ച് നോക്കണം. എന്നിട്ടാണ് അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ തുറവി കിട്ടിയതാണ് ഹിജ്റയിലൂടെ. ആ ഒരു ഹിജ്റ നടന്നത് എന്താണെന്നുള്ള കൃത്യമാണ്, ഡേറ്റ് കൃത്യമാണ്. എന്നിട്ട് പോലും ആ ഒരു ഡേറ്റിന്റെ അന്ന് പ്രത്യേകമായി കൊണ്ട് സഹാബത്ത് ഒന്നിരുന്ന് ഒരു ഹിജ്റ മൗലൂദ് പാസാക്കി അല്ലെങ്കിൽ ചൊല്ലി, അതിനുവേണ്ടി എല്ലാവരും കൂടെ ഒരു ഇലാഹലറത്തി വിളിച്ച്, ഇങ്ങനത്തെ വല്ല രീതിയും എവിടെയെങ്കിലും ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ പ്രമാണത്തിൽ എവിടെ ഇല്ല. ആഘോഷിക്കാവുന്ന കുറേ സംഭവങ്ങൾ എന്തായിട്ടുണ്ട്, സ്ഥിരപ്പെട്ട ഡേറ്റുകൾ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ആഘോഷം എന്നത് ഇബാദത്താണ് എന്നതുകൊണ്ട് അവരാരും ചെയ്തു കാണിച്ചു തന്നില്ല. അതേ മാതൃകയാണ് നമുക്കും ഈ വിഷയത്തിൽ പിൻപറ്റാനുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഒരു സുന്നി സഹോദരൻ്റെ ചോദ്യമാണ്, എഴുതി തന്നിരിക്കുന്നതാണ്, വെളിയിലുണ്ട് ആൾക്ക് മറുപടിക്ക് പ്രതീക്ഷിക്കുന്നു. AD 337 ആണ്ട് മുതലാണ് ക്രിസ്തീയ സഹോദരന്മാർ ഈസാ നബിയുടെ മേൽ ജന്മദിനം ആഘോഷിച്ചു തുടങ്ങിയത്. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാകട്ടെ AD 571 ആണ്ടിലാണ്. ആയതിനാൽ എന്തുകൊണ്ട് നബിമാരുടെ മേലുള്ള ജന്മദിനാഘോഷം തെറ്റാണ് എന്നുള്ള വചനം അള്ളാഹുവിൽ നിന്നും എത്തിയില്ല? ആയതിനാൽ നബിയുടെ വചനം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ പഴയ നിയമം നോക്കാമെന്നുള്ളതാണ്. ജന്മദിനാഘോഷം നല്ലതാണെന്നോ ആഘോഷിക്കപ്പെടാത്തതാണെന്നോ പറഞ്ഞിട്ടില്ല. വളരെ നല്ല പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ന്യായമായ ഒരു സംശയം. ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകരുടെ പേരിൽ ജന്മദിനം ക്രിസ്മസ് ആരംഭിച്ചത് ഈസാ നബിയുടെ കാലഘട്ടത്തിലല്ല. ഈസാ നബിയോ ഈസാ നബിയുടെ കൂടെ ജീവിച്ച അദ്ദേഹത്തിന്റെ അനുചരന്മാർക്കോ അത് പരിചയമില്ല. ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ക്രിസ്മസ് ആ മതത്തിൽ വരുന്നത്. അതുകൊണ്ട് ആ ദീനുമായി അതിന് ബന്ധവും ഇല്ല. അല്ലാഹു തആല അവതരിപ്പിച്ച ഇൻജീൽ, അതാണോ ഈസാ നബിയുടെ വേദഗ്രന്ഥം. തൗറാത്ത്, സബൂർ അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ. ആ വേദഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ശറഉ മൻ ഖബലന, നമ്മുടെ ശരീഅത്തിന് എതിരല്ലാത്ത കാലത്തോളം മുൻഗാമികളുടെ മുൻകാല ശരീഅത്ത് നിയമങ്ങൾ നമുക്കും ഒരു അസുലായി വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന തത്വത്തെ അംഗീകരിച്ചാലും ജന്മദിനാഘോഷം പാടില്ല എന്നേ കിട്ടുള്ളൂ. കാരണം ആ ശരീഅത്തിൽ ഈസാ നബിയുടെ ജന്മദിനാഘോഷമില്ല. ഇൻജീൽ അവർക്ക് സുവിശേഷങ്ങളാണ്, സബൂർ അവർക്ക് ദിക്റുകളാണ്, തസ്ബീഹുകളാണ്. പക്ഷേ ആ വേദഗ്രന്ഥങ്ങളിലും ജന്മദിനാഘോഷം പഠിപ്പിച്ചിട്ടില്ല. ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് 3 നൂറ്റാണ്ടിന് ശേഷം ക്രിസ്തു മതത്തെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന പുരോഹിതന്മാർ ക്രിസ്ത്യാനികൾക്കിടയിൽ വ്യാജമായി കൊണ്ടുവന്ന ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം. എന്ന പോലെ തന്നെ ഈ മതത്തിലും പ്രവാചകന കാലശേഷം 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈ മതം നശിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ശിയാക്കളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് ഇവിടുത്തെ ജന്മദിനാഘോഷം. അതുകൊണ്ട് തന്നെ ശറഉ മൻ ഖബലന, മുൻകാല ശരീഅത്തുകൾ എന്നത് എടുത്താൽ പോലും നമുക്കത് ഇവിടെ ഈ ഒരു ആഘോഷം ഇല്ല എന്നാണ് അതിൽ നിന്ന് ബോധ്യപ്പെടുക. രണ്ടാമത്, വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും അവതരിച്ചതോടുകൂടി, അഥവാ ഈ ശരീഅത്ത് നിയമങ്ങൾ വന്നതോടുകൂടി മുൻകാല ശരീഅത്തുകളെല്ലാം ദുർബലപ്പെട്ടു പോയി.
നബി തങ്ങൾ പറഞ്ഞു ലൗ കാന മൂസ ഹയ്യൻ മാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും എന്നെ പിൻപറ്റുകയല്ലാതെ മൂസ നബി സ്വല്ലല്ലാഹു വേറെ നിർവാഹമൊന്നുമില്ല. മൂസ നബി ഇസ്ലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് തൗറാത്തുണ്ട്, ഞാൻ അതുപ്രകാരം ജീവിച്ചോളാം എന്ന് പറയാൻ പറ്റില്ല. ഖുർആൻ ഇറങ്ങിയതോടുകൂടി തൗറാത്തും ഇഞ്ചീലും സബൂറും അടക്കമുള്ള മുൻകാല വേദഗ്രന്ഥങ്ങളെല്ലാം കാലഹരണപ്പെട്ടു പോയി, ദുർബലപ്പെട്ടു പോയി. അതുകൊണ്ട് ആ നിയമങ്ങൾ ഇന്ന് ബാധകമല്ല. എന്നാൽ മുൻഗാമികളുടെ ശരീഅത്ത് നമുക്ക് ഒരു അസ്ലായി സ്വീകരിക്കാമെന്ന് അൽ അദില്ലത്തുൽ മുഖ്തലഫ എന്ന് പറയുന്ന പ്രമാണങ്ങളിൽ ചിലരൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ശർഉ മൻ ഖബലന, ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്നീ 4 പ്രമാണങ്ങൾക്ക് പുറമെ ഇസ്തിഹ്സാൻ, ഉർഫ്, ഇസ്തിസ്ഹാബ്, ശർഉ മൻ ഖബലന, ഖൗലു സ്വഹാബി അടക്കമുള്ള അഭിപ്രായ വ്യത്യാസമുള്ള അനുബന്ധ പ്രമാണങ്ങൾ എന്നിയ കൂട്ടത്തിൽ ചില ഉസൂലി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ശർഉ മൻ ഖബലന, മുമ്പുള്ള ശരീഅത്ത്. അല്ലാഹു തആല തൗറാത്തിൽ പഠിപ്പിച്ചൊരു കാര്യം, അല്ലാഹ് ഇഞ്ചീലിൽ പഠിപ്പിച്ചുവെന്ന് ബോധ്യമുള്ളൊരു കാര്യം, അല്ലാഹ് സബൂറിൽ പഠിപ്പിച്ചുവെന്ന് ബോധ്യമുള്ളൊരു കാര്യം, അത് നമുക്ക് ഏതെങ്കിലും നിലക്ക് നമുക്കിത് അവലംബിക്കാൻ പറ്റുമോ? അപ്പൊ ചില വിഷയങ്ങൾ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഒരു കാര്യത്തിൽ യാതൊരു പ്രമാണവും വന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ഒരു വിഷയത്തിൽ, ആ വിഷയത്തിൽ നബിയിൽ നിന്നൊരു മാതൃക ഇല്ല, സ്വഹാബിമാരുടെ അധ്യാപനമൊന്നും കാണുന്നുമില്ല. എന്നാൽ തൗറാത്തിൽ അല്ലാഹു തആല ഇറക്കിയ നിയമത്തിൽ അങ്ങനൊന്നും ഉണ്ടായിരുന്നു. ഈ ദീനിൽ ആ നിയമത്തെ അടിസ്ഥാനപരമായി എതിർത്തിട്ടുമില്ല. അത്തരമൊരു വിഷയം അവിടെ വന്നു എന്നതിനെ നമുക്ക് ഒരു അനുബന്ധമായി, അതൊരു ഉപോത്പലകമായി സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ലേ. അതാണ് ശർഉ മൻ ഖബലന ശർഉ ലനാ മാ ലം യുഖാലിഫ് ശർഅനാ. നമ്മുടെ ശരീഅത്തിന് എതിരല്ലാത്ത വിഷയങ്ങളിൽ മുൻഗാമികളുടെ ശരീഅത്ത് നമുക്കും ശരീഅത്തായി കാണാം എന്ന തത്വം പറഞ്ഞ ഉസൂലി പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര നിദാനശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് അത്രയേ ഉള്ളൂ. അപ്പൊ അത് എടുത്താൽ പോലും ശർഉ മൻ ഖബലന, മുൻഗാമികളുടെ ശരീഅത്ത് എന്ന് പറഞ്ഞ ആ ശരീഅത്തിലേക്ക് മടങ്ങിയാൽ അവിടെയുമില്ല ജന്മദിനാഘോഷങ്ങൾ. ആ ശരീഅത്തിൽ ഇല്ലാത്തത് 3 നൂറ്റാണ്ടിന് ശേഷം അതിലേക്ക് വ്യാജമായി കടത്തിക്കൂട്ടപ്പെട്ടു. അല്ലാതെ ആ ശരീഅത്തിൽ അതൊരു പിൻബലമില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരിക്കെ അത് പാടില്ല എന്ന് അല്ലാഹ് ആയത്തിറക്കിയില്ല? നബി തങ്ങൾ പറഞ്ഞില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. മദീനയിൽ വന്നപ്പോൾ അവിടെ വേദക്കാർക്ക് 2 ആഘോഷം ഉണ്ടായിരുന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ലഖദ് അബ്ദലകുമുല്ലാഹു ഖൈറൻ മിൻഹാ, ലഖദ് അബ്ദലകുമുല്ലാഹ്. ആ ആഘോഷമല്ല ശരി, അതല്ല വേണ്ടത്. അല്ലാഹു തആല നിങ്ങൾക്ക് പകരം തന്നിരിക്കുന്നു ഖൈറൻ മിൻഹാ, അതിനേക്കാൾ നല്ല ഖൈറായതിനെ അല്ലാഹു തആല നിങ്ങൾക്ക് പകരം തന്നിരിക്കുന്നു. അതാണ് ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ. ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും, ഈ 2 പെരുന്നാളുകൾ അതിന് പകരം റബ്ബ് നിങ്ങൾക്ക് തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി തങ്ങൾ ഈ 2 ആഘോഷങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ദീനി, നമ്മുടെ ശരീഅത്തിൽ ജന്മദിനാഘോഷങ്ങൾക്കോ ചരമദിനാചാരങ്ങൾക്കോ യാതൊരു സവിശേഷതയുമില്ല. ഒരാളുടെയും ജന്മദിനം, ഒരാളുടെയും ചരമദിനം, ആ 2 ദിനങ്ങളെയും സവിശേഷമായി കണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഈ ദീൻ ഒരു വിഷയത്തിലും പഠിപ്പിക്കുന്നില്ല. ഒരു നബിയുടെയും ജന്മദിനം ആഘോഷിക്കാൻ പറഞ്ഞില്ല, ഒരു മഹാന്റെയും ജന്മദിനം ആഘോഷിക്കാൻ പറഞ്ഞില്ല, ഒരാളുടെയും ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല. ഒരാൾ മരിച്ചാൽ 3 ദിവസമേ ദുഃഖമാചരിക്കാൻ പാടുള്ളൂ. 4-ാം ദിവസം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊള്ളണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഭർത്താവ് മരിച്ചാൽ ഭാര്യക്കൊഴികെ അവർക്ക് 4 മാസവും 10 ദിവസവും ദുഃഖമാചരിക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ അവർക്കും പാടില്ല. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഒരാളുടെയും ജന്മദിനത്തെ ഇസ്ലാം പ്രത്യേക ആഘോഷമായി കൊണ്ടുവന്നില്ല. ഒരാളുടെയും ചരമദിനത്തെ പ്രത്യേകം അനുസ്മരിക്കേണ്ടുന്ന, എന്നും അത് പ്രത്യേകമായി കൊണ്ടുപോകേണ്ടുന്ന ഒരു പ്രത്യേകമായ ദിവസമായി കണക്കാക്കിയിട്ടുമില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം. ചോദ്യമുണ്ടോ? അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ അബൂലഹബിന് നരകത്തിൽ ജ്യൂസ് കിട്ടുന്നു എന്ന് ഹദീസുണ്ടോ? എൻ്റെ നാട്ടിലെ ഉസ്താദ് ഇന്ന്
പ്രസംഗത്തിൽ കുത്തുബക്കുമുള്ള അറബി പ്രസംഗത്തിന് മുമ്പിൽ ഉസ്താദ് അതിന് ഹദീസുണ്ട്, അങ്ങനെ മുജാഹിദുകളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഉസ്താദ്. ഓക്കെ, ഇവിടെ എഴുതി കിട്ടിയ ചോദ്യവും അത് തന്നെയാണ്. നബിയുടെ ജന്മദിനത്തിന് സന്തോഷിച്ചപ്പോൾ അബൂലഹബിന് ശിക്ഷ കുറഞ്ഞു കിട്ടി എന്നത് ശരിയാണോ എന്നാണ്. രണ്ടും ഒരേ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചത് കൊണ്ട് അബൂലഹബിന് നരകത്തിൽ ശിക്ഷ ഇളവ് കിട്ടി എന്ന് ഒരു ഹദീസ് ഇല്ല. അത് ധൈര്യമായി ആ വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാം. ആരുടെ മുമ്പിൽ ഹദീസ് ഇല്ല. ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകരുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, അതാണല്ലോ ഹദീസ്. നബി തങ്ങൾ പറഞ്ഞു, നബി ചെയ്തു, നബി അംഗീകരിച്ചു, അതിനാണ് ഹദീസ് എന്ന് പറയുക. അബൂലഹബിന് അങ്ങനെ ശിക്ഷയിൽ ഇളവുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല, നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, നബി തങ്ങൾ അതിനൊരു മൗനാനുവാദം പോലും നൽകിയിട്ടുമില്ല. നബി ഇത് പറഞ്ഞെങ്കിലോ നമ്മളെ കുറിച്ച് പിന്നെ സംശയിക്കാനില്ല, സത്യമാണ് എന്ന് നമുക്ക് അംഗീകരിക്കാം. പിന്നെ എന്താ ഉള്ളത്? ഒന്നുമില്ലാതെ പുസ്തകന്മാർ പറയില്ലല്ലോ. ഉള്ളത് എന്താ? ഉള്ളത് അബൂലഹബ് പറഞ്ഞു എന്നുണ്ട്, അബൂലഹബ് പറഞ്ഞു എന്നുണ്ട്. അബൂലഹബ് എപ്പോ പറഞ്ഞു? സ്വപ്നത്തിൽ അബൂലഹബ് വന്ന് പറഞ്ഞു എന്നാണ്. അതിന് ഹദീസ് എന്ന് പറയാൻ പറ്റുമോ? അബൂലഹബിന്റെ ഒരു ബന്ധു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ അബൂലഹബിനെ വളരെ മോശമായ അവസ്ഥയിൽ കണ്ടു. കണ്ടപ്പോ ചോദിച്ചു, എന്താ വിശേഷം? ഒന്നും പറയേണ്ട മോനെ, വല്ലാത്ത പ്രയാസമാണ്, നരകത്തിലാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ആകെ ഒരു ആശ്വാസമുള്ളത് ഇതിലൂടെ വെള്ളം കിട്ടുന്നുണ്ട്. സുവൈബയെ മോചിപ്പിച്ചത് കൊണ്ട് എനിക്ക് കയ്യിലൂടെ വെള്ളം ലഭിക്കുന്നു എന്ന് സ്വപ്നത്തിൽ അബൂലഹബ് പറഞ്ഞു എന്നുണ്ട്. അബൂലഹബ് ജീവനോടെ പറഞ്ഞാൽ നമുക്ക് സ്വീകാര്യാവും, പിന്നീട് സ്വപ്നത്തിൽ പറഞ്ഞാൽ. അബൂലഹബ് ജീവിച്ചിപ്പോ കാലത്ത് പറഞ്ഞത് നമുക്ക് തെളിവല്ല. ആ അബൂലഹബിനോട് സ്വപ്നം കണ്ടു. ആര് കണ്ടു? അതൊന്നുമില്ല. എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. അയാളുടെ ഒരു കുടുംബക്കാരൻ അയാളെ സ്വപ്നം കണ്ടു. ആ കണ്ടപ്പോ ചോദിച്ചപ്പോ അബൂലഹബ് പറഞ്ഞതാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഇളവുണ്ട്. അതാണ് ആകെ ഇതിൽ ഉള്ളത്. ഇത് ബുഖാരിയിലുണ്ട്. പക്ഷേ ബുഖാരിയിൽ ഒരു അനുബന്ധ സംഭവമായി ഇത് കൊടുത്തിട്ടുണ്ട്, ഹദീസായിട്ടല്ല. സ്വഹീഹ് ബുഖാരി വന്ന ഹദീസ് അല്ല ഇത്. ബുഖാരിയിൽ ഒരു അനുബന്ധ സംഭവം പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കിതാബ് കണ്ട കഥയുണ്ട് എന്ന് പറഞ്ഞു പോയിതേ ഉള്ളൂ. അല്ല, സ്വഹീഹ് ബുഖാരി വന്ന ഹദീസ് അല്ല അത്. സുവൈബയുമായി ബന്ധപ്പെട്ട പരാമർശം ഹദീസിൽ വന്നു. ആ പരാമർശത്തിന് അനുബന്ധമായി ഉപോത്പരകമായി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അബൂലഹബിന് അടിമയായിരുന്നു, അബൂലഹബിനെ മോചിപ്പിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ അബൂലഹബിനെ ഇങ്ങനെ സ്വപ്നം കണ്ടൊരു കഥയുണ്ട് എന്നവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, ഹദീസല്ല. അത് ഏത് ഉസ്താദുമാർക്കും അതിനപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ അത് ആർക്കും ഏറ്റെടുക്കാം. ഞാൻ ചോദിച്ച ഉസ്താദ് ഇപ്പൊ കേൾക്കുന്നുണ്ടാവുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കയറി വരാം, ഒരു കുഴപ്പമില്ല. ഞാൻ പുറത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് കടന്നു വരാം. ഞാൻ ഈ പറഞ്ഞതല്ലാതെ അതിനപ്പുറത്ത് ഹദീസിൽ അങ്ങനെ വല്ല അധ്യാപനവും ഉണ്ടെങ്കിൽ, നബിതങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, സ്വഹാബിമാർ അതങ്ങനെ നബീനെ കേട്ട് മനസ്സിലാക്കി പോന്നിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ എവിടെങ്കിലും വല്ല കിതാബിലും ഉണ്ടെങ്കിൽ ആ ഉസ്താദ് പുറത്തുണ്ട് എന്നാണ് എങ്കിൽ മാന്യമധ്യത്തിന് വരാം. ആർക്കും എവിടെയും അത് ഏറ്റെടുക്കാം. അങ്ങനെ ഒരു സംഭവം ഇല്ലേ? ഇല്ല. ഉള്ളത് ഇതാണ്. അബൂലഹബിനെ സ്വപ്നം കണ്ടപ്പോ അബൂലഹബ് ഇങ്ങനെ പറഞ്ഞു. ആയിക്കോട്ടെ, അബൂലഹബ് പറഞ്ഞോട്ടെ. അല്ല ഖുർആന് പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു. പിന്നെ അബൂലഹബിനെ സ്വപ്നം കണ്ടോ അബൂലഹബ് പറയാ, എന്നാലും കയ്യിന്ന് വെള്ളം കിട്ടുന്നുണ്ട്. എന്നാൽ അല്ല ഖുർആന് പറഞ്ഞത് അംഗീകരിക്കണോ? അല്ല, അബൂലഹബ് കിനാബ് കണ്ടത് അംഗീകരിക്കണോ? എന്നാൽ നബി അത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ സംശയമില്ല. നബിതങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ പിന്നെ ചോദ്യമില്ല, നമുക്കത് അംഗീകരിക്കാം. സമീന അത്വൈന. പക്ഷെ നബിതങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ചിലർ അത് വെച്ച് പാട്ടുണ്ടാക്കി പിൽക്കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ ഉണ്ടാക്കി വിശുദ്ധ ഖുർആനെ ആക്ഷേപിച്ചൊരു കാഫിറിന് നബി ജനിച്ചപ്പോ സന്തോഷിച്ചത് കൊണ്ട് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു മുഅ്മിന് എത്ര കിട്ടും എന്ന് മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ പിൽക്കാലത്ത് പിന്നെ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്.
മാത്രവുമല്ല അബൂലഹബിനെ പറ്റി അള്ളാഹ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന്റെ സമ്പാദ്യം അവന് ഉപകരിച്ചില്ല. വമാ കസബ്, അവൻ ചെയ്ത പ്രവർത്തിച്ച ഒരു കാര്യവും അവന് ഉപകരിച്ചില്ല. അല്ലാഹ് ഖുർആനിൽ പറയുന്നു, ഈ ഉസ്താദുമാരടക്കം ആ സൂറത്ത് ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നു, അവന്റെ ഒരു പ്രവൃത്തിയും ഒരു ചെയ്തിയും ഒരു സമ്പത്തും ഉപകാരപ്പെട്ടിട്ടില്ല. അബൂലഹബ് സ്വപ്നത്തിൽ വന്ന് പറയുന്നു, അത് ശരിയല്ല കേട്ടോ, എനിക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഏത് അംഗീകരിക്കണം? ഇനി സുവൈബ അബൂലഹബിന്റെ അടിമ സ്ത്രീ ആയിരുന്നു. നബി തങ്ങൾക്ക് മുലയൂട്ടിയ സ്ത്രീ കൂടിയാണ് സുവൈബ. പ്രവാചകൻ അവരെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. നബിയോട് നബിയുടെ ഒരു ഭാര്യ പറഞ്ഞു, നബിയെ, താങ്കൾ ഇന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നുണ്ട് എന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അവളെ വിവാഹം കഴിക്കുകയോ എനിക്ക് അവൾ അനുവദനീയമല്ല. കാരണം അവൾക്കും എനിക്കും സുവൈബ മുല തന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ മുലകുടി ബന്ധത്തിൽ സഹോദര സഹോദരിമാരാണ്, അത് എനിക്ക് അവൾ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് നബി തങ്ങൾ പറഞ്ഞ സംഭവം ഹദീസുണ്ട്. അവിടെയാണ് സുവൈബയെ പറ്റി പരാമർശം വന്നത്. ആ സുവൈബ അബൂലഹബിന്റെ അടിമ സ്ത്രീ ആയിരുന്നു. യഥാർത്ഥ വീക്ഷണപ്രകാരം നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയപ്പോൾ അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചുവെന്നാണ് ശരിയായ ചരിത്രം. ഫലമ്മാ ഹാജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്തഖഹ, നബി തങ്ങൾ ഹിജ്റ പോയപ്പോൾ അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചു. ഇമാം അസ്ഖലാനിയുടെ അൽ ഇസ്വാബ ഫി തമീജി സ്വഹാബ എന്ന ചരിത്ര ഗ്രന്ഥത്തിലൊക്കെ ആ സംഭവങ്ങൾ കാണാം. അപ്പൊ നബി ഹിജ്റ പോയപ്പോൾ ശല്യം ഒഴിവായി കിട്ടി, ഒഴിഞ്ഞു പോയല്ലോ എന്ന ആ സന്തോഷത്തിലാണ് സുവൈബയെ മോചിപ്പിച്ചത്. അതുകൊണ്ട് നരകത്തിൽ ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ ആ സ്വപ്നം മിക്കവാറും ശൈത്താൻ കാണിച്ചു സ്വപ്നാവാൻ വഴിയുള്ളൂ. ശൈത്താൻ സ്വപ്നം കാണിക്കും. രണ്ട് സ്വപ്നമുണ്ട്. നല്ല സ്വപ്നം ദൈവികമാണ്, മോശപ്പെട്ട സ്വപ്നം പൈശാചികമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഒരിക്കലും ഹദീസിൽ അങ്ങനെ വന്നിട്ടില്ല, നബി തങ്ങൾ പറഞ്ഞിട്ടില്ല, എവിടെയും ഹദീസായി അതങ്ങനെ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുമില്ല. ആകെയുള്ളത് സ്വപ്നത്തിൽ അബൂലഹബ് വന്നു പറഞ്ഞുവെന്നാണ്. ഈ സ്വപ്നം ഇസ്ലാമിൽ തെളിവാണോ? അല്ല. പ്രവാചകന്മാരെ സ്വപ്നം കണ്ടാൽ പോലും, നബിയെ സ്വപ്നം കണ്ടാൽ പോലും ആ സ്വപ്നത്തിൽ പഠിപ്പിച്ച കാര്യം അത് ദീനായി മാറുമോ? ഇല്ല. പ്രവാചകന്മാർ സ്വപ്നം കണ്ടാൽ അത് ഇസ്ലാമിൽ അടിസ്ഥാനമുണ്ട്. ഒരാൾ നബിയെ സ്വപ്നം കണ്ടു വിചാരിക്കാം, ആ നബി സ്വപ്നത്തിൽ ഒരു കാര്യം പഠിപ്പിച്ചു എങ്കിൽ ആ പഠിപ്പിച്ചതാണോ സ്വീകരിക്കേണ്ടത്? നബി തങ്ങൾ ജീവിതകാലത്ത് പഠിപ്പിച്ചതാണോ സ്വീകരിക്കേണ്ടത് ചോദിച്ചാൽ ജീവിതകാലത്ത് പഠിപ്പിച്ചാൽ സ്വീകരിക്കേണ്ടത്. ഒരാൾ നബിയെ സ്വപ്നം കാണുന്നു, നബി പറയാൻ നീ നാളെ സുബഹി നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, ഓ നബി എന്നോട് പറഞ്ഞാണ് സുബഹി നിസ്കരിക്കേണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നബി അങ്ങനെ സ്വപ്നത്തൊന്ന് പറയുമോ? പറയില്ല. പക്ഷേ പിശാച് വന്ന് പറഞ്ഞേക്കാം, പിശാച് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞേക്കാം ഞാൻ നബിയാണെന്ന് പറയും. നബിയുടെ രൂപത്തിൽ പിശാച് വരികയില്ല, അല്ലാത്ത രൂപത്തിൽ വന്നുകൊണ്ട് ഞാൻ നബിയാണെന്ന് പറഞ്ഞേക്കാം. രൂപം കാണാതെ, മുഖം കാണാതെ, ശബ്ദം മാത്രം കേട്ട് ഞാൻ നബിയാണെന്ന് പറഞ്ഞേക്കാം, ഞാൻ അള്ളയാണെന്ന് പറഞ്ഞേക്കാം. അതൊക്കെ ഉണ്ടാവാം. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് ആകാശലോകത്തിൽ നിന്ന് ഞാൻ ഒരു വിളി കേട്ടു, യാ അബ്ദുൽ ഖാദിർ, അല്ലയോ അബ്ദുൽ ഖാദിർ, അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബാകുന്നു. അബ്ദുൽ ഖാദിർ, ഞാൻ നിന്റെ റബ്ബാകുന്നു. ഖദ് അഹ്ലൽതു ലക്കൽ മുഹറമാത്, എല്ലാ ഹറാമും നിനക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബിൽ അദ്ദേഹം എഴുതിച്ചതാണ്. ഞാൻ നിന്റെ റബ്ബാണ്, എല്ലാ ഹറാമും നിനക്ക് ഹലാലാക്കി തന്നു. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് ഉടനെ പറഞ്ഞു, യാ ലഈൻ യാ അദുവല്ലാഹ്, ശപിക്കപ്പെട്ട പിശാചേ പോടാന്ന്. പിന്നൊന്നുമില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് ശൈത്താനാണ്? മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു, ഹറാമൊക്കെ ഹലാലാക്കി വന്നപ്പോ എനിക്ക് ഉറപ്പായി ഇത് എന്നെ പറ്റിക്കാളെ ഏർപ്പാടാണ്. എന്ന് അദ്ദേഹം പറയും, എത്രയോ മഹാന്മാരെ പിശാച് ഇത്തരം വഴികളിൽ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ നബിയെ സ്വപ്നം കണ്ടു എന്നൊരാൾ കണ്ടാൽ പോലും ആ സ്വപ്നത്തിൽ ഒരു കാര്യം പഠിപ്പിച്ചാൽ ആ കാര്യം മതത്തിൽ സ്ഥിരപ്പെടുകയില്ല. നബിയുടെ സാക്ഷാൽ രൂപത്തിൽ കണ്ടാൽ നബിയെ കണ്ടു എന്ന് ഉറപ്പിക്കാമെന്ന് ഹദീസിലുണ്ട്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, എന്നെ വല്ലവനും കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്. എന്നെ കണ്ടാൽ എന്നാ പറഞ്ഞത്, അല്ല എന്നെ കണ്ടു എന്ന് കണ്ടാൽ എന്നല്ല.
നേരത്തെ പരാമർശിച്ച ഇമാം ഷാത്തബിയുടെ കിതാബുൽ ഇത്തിസാമിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, നബിയെ കണ്ടു എന്നൊരാൾ കണ്ടാൽ എന്ന് പറഞ്ഞില്ല, പകരം എന്നെ കണ്ടാൽ. അപ്പൊ നബിയുടെ സാക്ഷാൽ രൂപത്തിൽ കണ്ടെങ്കിൽ മാത്രമേ അതുള്ളൂ. അല്ലാത്ത രൂപത്തിൽ വന്ന് ഞാൻ നബിയാണെന്ന് പറയാം. രൂപം കാണാതെ ഒരു പുറംതിരിഞ്ഞുകൊണ്ട് ഞാൻ നബിയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും സ്വപ്നത്തിൽ വന്നതുകൊണ്ട് ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടുകയില്ല. അപ്പൊ ഏതായിരുന്നാലും ഉസ്താദുമാർ ഇപ്പൊ അവസാനം നബിദിനം ആഘോഷിക്കാൻ തെളിവ് കണ്ടുപിടിച്ചത് അബൂലഹബ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതേതായാലും മുസ്ലിമീങ്ങൾക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റിയതല്ല എന്നാണ് അത്തരം ഉസ്താദുമാരോട് നമുക്ക് പറയാനുള്ളത് എന്ന് സൂചിപ്പിക്കുന്നു. വല്ലാഹു അഅലം. അള്ളാഹുവിൻ്റെ വചനം ഇറങ്ങിയിട്ടില്ലാത്തിടത്തോളം കാലം നബിയുടെ മേലുള്ള ജന്മദിനാഘോഷം ഒരിക്കലും ഹറാമോ കറാഹത്തോ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്ലാം എന്നുള്ളത് നല്ലതും ചീത്തതും വേർതിരിച്ച് പൂർത്തീകരിച്ചിട്ടുള്ളതാണെന്നുള്ളതാണ് നമ്മളുടെ ഈമാൻ. തിന്മയുടെ ഭാഗമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പേ ഉള്ള ആഘോഷം പറഞ്ഞിട്ടില്ലാത്തിടത്തോളം കാലം ബിദ്അത്തുൽ ഹസന ആണെന്ന് പറയേണ്ടതായി വരുന്നില്ലേ? എന്തെന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള ജന്മദിനാഘോഷത്തിൻ്റെ ഉദ്ദേശം നന്മ ഉള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നേരത്തെ നമ്മൾ പറഞ്ഞ മറുപടി അദ്ദേഹം കേട്ടു. അതിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ ഇവിടെ രണ്ടാമത് കിട്ടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അന്വേഷിക്കാനുള്ള മനസ്സ് നല്ലതാണ്. അല്ലാഹു നമുക്കെല്ലാം ശരിയായി അംഗീകരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂചിപ്പിച്ചത് ആഘോഷിക്കാൻ പാടില്ല എന്ന വചനം ഇറങ്ങാത്ത കാലത്തോളം ആഘോഷിക്കാൻ പറ്റും എന്ന് തന്നെയല്ലേ മനസ്സിലാവുക? ഒരിക്കലും ശരിയല്ല. അദ്ദേഹം ഉസ്താദ് കൂടി ആണ് എന്നാണല്ലോ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ദീനിൽ അസ്ലിയായി ഇബാദാത്തുകളുടെ അസ്ല് മൻ ആണ്, ഇത് തർക്കമില്ലല്ലോ. നേരത്തെ ഇവിടെ അബ്ദുർ റഊഫ് അൽ ഹിക്കമി അക്കാര്യം സൂചിപ്പിച്ചു. ആരാധനാമുറകൾ, ഇബാദാത്തുകൾ അത് ചെയ്യണമെങ്കിലാണ് തെളിവ് വേണ്ടത്. പാടില്ല എന്ന് പറയാത്തതെല്ലാം ചെയ്യാം എന്ന് ഇബാദത്തിന്റെ വിഷയത്തിൽ ഇല്ല, മുആമലാത്തിന്റെ വിഷയത്തിലേ ഉള്ളൂ. അഥവാ ക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, ഭക്ഷണ പാനീയങ്ങൾ, അതിലൊക്കെ പാടില്ല എന്ന് പറയാത്ത ഏതും ചെയ്യാം. ഏത് ഭക്ഷണവും കഴിക്കാം. ഒരു ഭക്ഷണം കഴിക്കാൻ തെളിവ് ആവശ്യമുണ്ടോ? ഇല്ല. ഒരു വസ്ത്രം ധരിക്കാൻ തെളിവ് ആവശ്യമുണ്ടോ? ഇല്ല. ഒരു കച്ചവടം ആരംഭിക്കാൻ തെളിവ് ആവശ്യമുണ്ടോ? ഇല്ല. അത്തരം കാര്യങ്ങൾ ഏതും ഒരാൾക്ക് ചെയ്യാം, പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ. എന്നാൽ ഇന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ധരിക്കാൻ പാടില്ല. ഇന്ന പാനീയം കുടിക്കാൻ പാടില്ല, മദ്യം കഴിക്കാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല. അല്ലാത്തതെല്ലാം പാടുണ്ട്. അത് ക്രയവിക്രയങ്ങൾ, മുആമലാത്തിന്റെ അസ്ലാണ്. ഷാഫി ഉസൂൽ പ്രകാരവും അതിൽ തർക്കമില്ലല്ലോ. എന്നാൽ ഇബാദാത്തുകൾ, ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ, ഖുർആൻ പാരായണങ്ങൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ഇബാദാത്ത്, ആരാധനാമുറകളുടെ അസ്ല് മൻ ആണ്, പാടില്ല, ഏതും പാടില്ല. ഏതാണോ ചെയ്യേണ്ടത് അതാണ് പഠിപ്പിക്കുക, അല്ലാത്തതൊന്നും പാടില്ല. ചെയ്യാൻ പാടില്ലാത്തതല്ല പറയാം, ചെയ്യേണ്ടത് പറയും. ഇന്നതൊക്കെ ചെയ്യണം, അത് പാടില്ല പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ. ഒരാള് രാവിലെ 10 മണിക്ക് നിസ്കാരം ഉണ്ടാക്കി, എന്നാ അയാൾ ചോദിക്കുക ഈ നിസ്കാരം പാടില്ല എന്ന് തെളിവുണ്ടോ ചോദിച്ചാലോ? ഉണ്ടാവില്ലല്ലോ. ഒരാൾ പുതിയ ഒരു നോമ്പുണ്ടാക്കി, എന്നാ അയാൾ പറയും ഈ നോമ്പ് പാടില്ല എന്ന് ഹദീസ് ഇല്ലാത്ത കാലത്തോളം ഈ നോമ്പ് നോക്കണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? പിന്നെന്താ മതത്തിന്റെ അടിസ്ഥാനമുള്ളത്? അതുകൊണ്ട് ഇബാദാത്തിന്റെ അസ്ല് ഹലറാണ്, മൻ ആണ്, ഹറാമാണ്. ഒരു ഇബാദത്തും പാടില്ല. ഏതാണോ ചെയ്യേണ്ടത് അത് പഠിപ്പിച്ചു തരൂ. ആ പഠിപ്പിച്ചത് മാത്രമേ ചെയ്യാവൂ. അതുകൊണ്ടാണ് നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഏത് ഇബാദത്ത് മുസ്ലിം ഉമ്മത്തിൽ എന്നൊക്കെ രംഗത്ത് വന്നോ അന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ തെളിവെന്താണ്? ഇത് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഇത് ഖുർആനിൽ തെളിവില്ല, ഇത് സ്വഹാബിമാർക്ക് പരിചയമില്ല, ഇത് ബിദ്അത്താണ് എന്നാണ് പറയുക. അല്ലെ പാടില്ല എന്ന് തെളിവുണ്ടോ എന്നല്ല ചോദിക്കരുത്. പാടുണ്ടെങ്കിൽ തെളിവ് വേണം. ക്രയവിക്രയങ്ങളാണെങ്കിലോ ഇടപാടുകളാണെങ്കിലോ ദുന്യവിയായ വിഷയങ്ങളാണെങ്കിലോ പാടില്ലെങ്കിൽ തെളിവ് വേണം. ഒരാൾ കച്ചവടം ആരംഭിച്ചു, അപ്പൊ അയാൾ ചോദിക്കുക കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് എന്താ തെളിവ്?
തെളിവ് ചോദിക്കേണ്ട കാര്യമില്ല, കച്ചവടം പൊതുവായി അനുവദിക്കപ്പെട്ട കാര്യമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അള്ളാഹു കച്ചവടം അനുവദിച്ചിരിക്കുന്നു. അപ്പൊ ചോദിക്കാം, അല്ല നിങ്ങൾ പച്ചക്കറി കച്ചവടമാണല്ലോ, പച്ചക്കറി കച്ചവടം പറ്റുന്ന ഹദീസുണ്ടോ? അത് ഹദീസ് ആവശ്യമില്ല. പറ്റൂല ഹദീസുണ്ടോ? അത് ചോദിക്കാം. പറ്റൂല ഹദീസുണ്ടെങ്കിൽ പിന്നെ പറ്റൂല. മദ്യം വിൽക്കാൻ പാടില്ല, ഹദീസുണ്ട്, അപ്പൊ അത് വിൽക്കാൻ പാടില്ല. ഏതൊക്കെ പാടില്ലയോ അത് പറയും. ക്രയവിക്രയങ്ങളിൽ, ആരാധനാ മുറകളിൽ ഏതൊക്കെ ചെയ്യണമോ അത് പറയും. അതാണ് ഇസ്ലാമിന്റെ അസ്ൽ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാടില്ല എന്ന് വചനമില്ലാത്ത കാലത്തോളം ചെയ്യാമെന്നതല്ല ദീന്. മാത്രവുമല്ല അല്ലാഹ് പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹു റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക, നബി തങ്ങൾ വിലക്കിയത് നിങ്ങൾ ഒഴിവാക്കുക. അപ്പൊ നബി തങ്ങൾ കൊണ്ടുവന്നതാണോ ഈ ജന്മദിനാഘോഷം? അല്ല. നബി വിലക്കിയതാണോ മതത്തിൽ കൂട്ടിച്ചേർക്കൽ? ആണ്. അപ്പൊ അത് ഒഴിവാക്കണം. ഇതൊരു ഇബാദത്തായി തന്നെയാണ് ഇന്ന് ആചരിക്കപ്പെടുന്നത്. ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ളതാണ് എന്ന് പറയുന്നു. 2 പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് എന്ന് പഠിപ്പിക്കുന്നു. റബീഉൽ അവ്വൽ 1 മുതൽ ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്റുകളും ദുആകളും ഇതാ പഠിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ ആഘോഷമായി തന്നെ ഇവിടെ കൊണ്ടുവരപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ അത് ബിദ്അത്താണ്, മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്, അതൊരിക്കലും സ്വീകാര്യയോഗ്യമായതല്ല എന്നാണ് ഇതുവരെയും പറഞ്ഞത്. ബോധ്യമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാം ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.